بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم بنعمتك العظمى صل على الحبيب محمد وآله كما أعلنت وسلم رب تمم بالخير والسعادة. ബഹുമാനപ്പെട്ട ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ വയസ്സുമായി ബന്ധപ്പെട്ട അതിഗഹനമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ് വളരെ ഉപകാരപ്രദമായ ചർച്ചകളാണ് ഇവിടെ നടക്കുന്നത്. ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹയുടെ വയസ്സ് ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തതുപോലെ എന്ന് മാത്രമല്ല, ലോകത്തുള്ള സർവ്വ ചരിത്രകാരന്മാർ അതുപോലെ എല്ലാ ഹദീസിൻ്റെ കിതാബുകളിലും പറഞ്ഞിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയെ നിക്കാഹ് ചെയ്യുമ്പോൾ ആയിഷ ബീവിക്ക് 6 വയസ്സ് കഴിഞ്ഞു, 7-ാം വയസ്സിൽ പ്രവേശിക്കുമ്പോഴാണ്. അതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹയും നബിയും തമ്മിൽ കൂടിയോജിക്കലുണ്ടായത്, അതായത് നബി തങ്ങൾ ആയിഷ ബീവിയുമായി വീട്ടിൽ കൂടിയത്, അത് ആയിഷ റളിയല്ലാഹു അൻഹക്ക് 9 വയസ്സുണ്ടാകുമ്പോഴാണ്. ആയിഷ റളിയല്ലാഹു അൻഹക്ക് 18 വയസ്സുണ്ടാകുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്നത്. അതുപോലെ നുബുവത്തിൻ്റെ ഹിജ്റയുടെ 8 വർഷം മുമ്പാണ് ആയിഷ റളിയല്ലാഹു അൻഹയെ ജനിക്കുന്നത് എന്നതെല്ലാം ലോക മുസ്ലിമീങ്ങളുടെ ഇടയിൽ തർക്കമില്ലാതെ സമ്മതിച്ചു പോരുന്ന ഒരു വിഷയമാണ്. അതിന് എതിരായി ഇന്നത്തെ ചില ഇസ്ലാം വിരോധികൾ 1400 വർഷം വരെ യാതൊരു വിമർശനവുമില്ല. ഇസ്ലാമിൻ്റെ വലിയ വലിയ വിമർശനങ്ങൾ മുമ്പ് കഴിഞ്ഞു പോയതാണ്. അവർക്കൊന്നും ഈ വിഷയത്തിൽ ഒന്നും വിമർശിക്കാനില്ല. എന്നാൽ അടുത്ത കാലത്ത് പുറപ്പെട്ട ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 6-ാം വയസ്സുകാരത്തിയെ കല്യാണം കഴിച്ചില്ലേ, 9-ാമത്തെ വയസ്സുകാരത്തിയെ വീട്ടിൽ കൂടിയില്ലേ എന്നെല്ലാം പറഞ്ഞു വിമർശനം ഉന്നയിച്ചു. അതെന്തോ ഒരു വലിയ തെറ്റ് ചെയ്തതുപോലെ. ഇനിയും പലതും ഇതുപോലെയുള്ള വിമർശനങ്ങൾക്ക് വിധേയമാകും. കാരണം ഓരോരോ കാലത്ത് ഓരോരുത്തർ ചിന്തിക്കുന്നത് അതേ ശരിയുള്ളൂ എന്ന് മനസ്സിലാക്കുന്ന ചില മനുഷ്യരുണ്ട്. അവരുടെ ബുദ്ധിയിൽ എന്താ വന്ന് അത് ശരി, ബാക്കിയുള്ളതെല്ലാം ശരിയല്ല. അടുത്ത കാലത്ത് വരാൻ പോകുന്ന ഒരു ചിന്തയാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യുദ്ധവേളയിൽ സ്ത്രീകളെ കൊല്ലരുത്, കുട്ടികളെ കൊല്ലരുത്, അതുപോലെ വാർദ്ധക്യം തന്നവരെ കൊല്ലരുത്, പട്ടാളക്കാരല്ലാത്തവരെ സിവിലിയന്മാരെ കൊല്ലരുത്, ബിൽഡിങ്ങുകൾ നശിപ്പിക്കരുത്, കൃഷി നശിപ്പിക്കരുത്, ഇങ്ങനെ കുറേ നിബന്ധനകൾ റസൂലുള്ളാഹി വച്ചിരുന്നു. ഇനി അടുത്ത കാലത്ത് പറയുന്ന യുദ്ധസമയത്ത് അതൊന്നും നോക്കാൻ പറ്റൂല, ആരെയും കൊല്ലാം, എവിടെയും ബോംബിടാം എന്ന ബുദ്ധിമാന്മാർ ഇന്ന് ലോകത്ത് പറഞ്ഞില്ലെങ്കിലും നടന്നു വരുന്ന സംഭവമാണത്. യുദ്ധമായാൽ ആരെയും എങ്ങനെയും വധിക്കാം, ആ നാട്ടുകാരനായാൽ മതി, യുദ്ധം നടക്കുന്ന നാട്ടുകാരനായാൽ, അവിടെയുള്ള ബിൽഡിംഗ് ആയാൽ മതി,
അവിടെയുള്ള കൃഷിസ്ഥലമായാൽ മതി. എന്തും നശിപ്പിക്കുന്ന കാലമാണ്. ആറ്റം ബോംബ് അടക്കം ഇട്ടൊരു കാലത്താണ് നാം ഉള്ളത്. അടുത്ത കാലം തൊട്ട് മുമ്പത്തെ കാലത്താണ് അതെല്ലാം നടന്നത്. പാവങ്ങളായ ഒന്നും അറിയാത്ത ലക്ഷക്കണക്കിന് ആളുകളെ നശിപ്പിച്ചത്. അതെല്ലാം ഇനി ബുദ്ധിക്കൊക്കുന്നത് അതാണ്. ഒരു നാട് കീഴടക്കി അങ്ങനെ ചെയ്യണ്ടേ? റസൂലുള്ള പറഞ്ഞത് തെറ്റാണ് എന്ന് വരും. അതിനൊക്കെ ന്യായം പറഞ്ഞ് അത് റസൂൽ അങ്ങനെ പറഞ്ഞല്ല ഇങ്ങനെ പറഞ്ഞല്ല എന്ന് പറഞ്ഞ് ന്യായം പറയാൻ തുനിഞ്ഞാൽ സത്യം മറച്ചു വെക്കലാകും. ഈ ഒരു യാഥാർത്ഥ്യം നാം മനസ്സിലാക്കിയും കൊണ്ടായിരിക്കണം ഈ വിഷയത്തിലേക്ക് നാം കടക്കേണ്ടത്. വിമർശകർക്ക് മുഴുവനും അവർ പറയുന്ന വിമർശനം ശരിയാണ്, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്നൊരു ധാരണ വലിയ അബദ്ധമാണ്. പരിശുദ്ധ ഇസ്ലാം എന്ത് കൽപ്പിച്ചോ? ഇസ്ലാമിൽ ഇമാമിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സിറയുമായി ബന്ധപ്പെട്ട് എന്ത് പറഞ്ഞോ അതെല്ലാം അടിസ്ഥാനമുള്ള കാര്യങ്ങളാണ്. അത് എന്നെന്നും ലോകം ആഗ്രഹിക്കേണ്ടതാണ്, ആഗ്രഹിക്കുന്നതാണ്. ഇമാമിങ്ങൾ മുഴുവനും വ്യക്തമാക്കി പറഞ്ഞു. ബഹുമാനപ്പെട്ട ഇമാം നബി പ്രത്യേകം പറഞ്ഞു, ഒരു മനുഷ്യനിക്ക് ഒരു സ്ത്രീയുമായി നിക്കാഹ് ചെയ്യാൻ പ്രായപരിധിയില്ല. നിക്കാഹ് നടന്നതിൻ്റെ ശേഷം അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ ആ പെണ്ണ് അതിനിക്ക് 100% അനുയോജ്യവരാകണം, അതിനുള്ള വളർച്ച എത്തിയവളായിരിക്കണം, അതിന് പറ്റിയവളായിരിക്കണം. അതുകൊണ്ട് അവളുടെ ശരീരത്തിനിക്ക് അവളുടെ മനസ്സിനിക്ക് ഒരു ദോഷവും വരാതിരിക്കുന്ന സമയത്തെ ബന്ധപ്പെടാൻ കഴിയുള്ളൂ. ഇതാണ് ഇസ്ലാമിൻ്റെ നിയമം. വയസ്സ് അതിനിക്ക് നിർണയിക്കൽ ശരിയല്ല. ഇന്നെന്താ നിർദ്ദേശം? രണ്ടാക്കും ആണിന് 18 വയസ്സും സ്ത്രീക്ക് 18 വയസ്സും പുരുഷനിക്ക് 22 വയസ്സും ആവണം. അതിൻ്റെ ഇടയിൽ വികാരം ഉണ്ടാവൂലേ? അതൊക്കെ അനൗദ്യോഗികമായി ചെയ്യാന്നല്ലാതെ ഔദ്യോഗികത പറ്റൂല. ഇതെന്ത് മതാണ്? എന്ത് തീരുമാനമാണ്? നിക്കാഹ് ചെയ്യുക എന്നുള്ളത് എന്തെങ്കിലും ഒന്നിന് തടസ്സമാണോ? നിക്കാഹ് ചെയ്യുന്നതിൻ്റെ മുമ്പ് ഏത് വിദ്യാഭ്യാസമുള്ളവരും ഏത് പഠിക്കാൻ ഉദ്ദേശിക്കുന്നവരും അവർ ലൈംഗികമായ ഒന്നും ചെയ്യുന്നില്ലേ? ഈ പറയുന്ന ആളുകളുടെ അവസ്ഥ എന്താണ്? നമ്മളത് ചിന്തിച്ചു കൊണ്ടായിരിക്കണം ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടത്. ഈ വിഷയവുമായി മുസ്ലിമിൻ്റെ പേരിൽ മുസ്ലിം നേതാവായി ചമഞ്ഞുകൊണ്ട് സലാഹുദ്ദീൻ ബിൻ അഹ്മദ് അൽ ഇദ്ലുബി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇറങ്ങിയിട്ടുണ്ട്. അയാൾ യഥാർത്ഥത്തിൽ സുന്നിയാണ്, അശ്അരിയാണ് എന്നെല്ലാം അദ്ദേഹത്തെപ്പറ്റി പരിചയപ്പെടുത്തുന്നുണ്ട്. യഥാർത്ഥത്തിൽ അദ്ദേഹം സുന്നിയുമല്ല, അശ്അരിയുമല്ല. അയാൾ ഇസ്ലാമിനെ പൊളിക്കാൻ വേണ്ടി മുസ്ലിം നേതാവായി, മുസ്ലിം പണ്ഡിതനായി ഒരു പൊളിച്ചെഴുത്തിന് ഇസ്ലാമിൻ്റെ നിയമങ്ങളും ഹദീസുകളും പൊളിച്ചെഴുത്തിന് വേണ്ടി ഇറങ്ങിയതായ ഒരു മനുഷ്യനാണ്. അയാളുടെ നാട്ടിൽ മഹാന്മാരുണ്ടായത് കൊണ്ട് അദ്ദേഹം മഹാനാണെന്ന് വരൂല. പൊതുവെ ഉള്ള നിയമമാണ്. ഓരോരുത്തരുടെയും ചിന്തിക്കേണ്ടത് അയാളെ നാടുകൊള്ള നോക്കിയിട്ടല്ല, അല്ലെങ്കിൽ അയാളുടെ ആഭാഗനെ കൊള്ള നോക്കിയിട്ടല്ല. ഓരോരുത്തരുടെയും സ്വലാഹ് അവരിലേക്ക് നോക്കണം. ഈ പറഞ്ഞ ഇദ്ലുബി എന്ന് പറയുന്ന സലാഹുദ്ദീൻ ബിൻ അഹ്മദ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ പണ്ഡിതൻ എന്ന് പറയാൻ അദ്ദേഹത്തിന് പാണ്ഡിത്യമില്ല. അദ്ദേഹം എവിടെയോ ആരോ എഴുതി വച്ചത് ഉദ്ധരിക്കുന്ന ഒരാളാണ്. എന്നാൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാനം തകർക്കാൻ അദ്ദേഹം കച്ചകെട്ടിറങ്ങിയവനുമാണ്. അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിൻ്റെ അഖായിദുൽ അശായിറ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അറിയപ്പെട്ട കിതാബിൽ പറയും, പുസ്തകത്തിൽ പറയുന്നു, 7-ാമത്തെ പേജ്, വഉഹിബ്ബു അൻ ഉബാദിറ ഇലൽ ഖൗലി ബിഅന്നനി ലസ്തു അശ്അരിയ്യൻ മുഖല്ലിദാ വൽഹംദുലില്ലാഹില്ലദീ അൻഅമ അലയ്യ ബിമഹബ്ബത്തിൽ കിതാബി വസ്സുന്ന വത്തഅല്ലുഖി ബിഹിമാ മുൻദു നുഅമത്തിൽ അദ്ഫാർ. ഞാൻ
വളരെ വ്യക്തമായി പറയാൻ ഇഷ്ടം വെക്കുന്നു. ഞാൻ ഒരു തഖ്ലീദ് ചെയ്യുന്ന അശ്ശരിയല്ല. അശ്ശരിയാക്കളായ ഇമാമിങ്ങൾ, അശ്ശരി മദ്ഹബിലെ പണ്ഡിതന്മാർ, അവരെ തഖ്ലീദ് ചെയ്ത് അവർ പറഞ്ഞത് അതേമാതിരി പറയുകയോ വിശ്വസിക്കുകയോ ചെയ്യുന്ന ഒരു അശ്ശരിയല്ല ഞാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നഖം മുളച്ചോടം മുതൽ പരിശുദ്ധ ഖുർആനും സുന്നത്തും അനുസരിച്ച് അതുകൊണ്ട് മഹബത്തിൻ്റെ മേലായി ജീവിക്കാൻ തൗഫീഖ് എന്ന അല്ലാഹുവിനാണ് സർവസ്തുതിയും. ഞാൻ എൻ്റെ നഖം മുളച്ചോടം മുതൽ, ജനിച്ചോടം മുതൽ എന്നർത്ഥത്തിലേക്ക് ഞാൻ ഖുർആനും സുന്നത്തും അനുസരിച്ച് അമൽ ചെയ്യുന്ന ഒരാളാണ് എന്നല്ലാതെ മുഖല്ലിദായ അശ്ശരി അല്ല. മഅ മഹബ്ബത്തിൽ ഇത്തിബാഇ അലാ ബസ്വീറ വമഅ അൻ-നുഫൂരി മിന തഖ്ലീദിൽ അഅ്മാ. അന്ധമായി തഖ്ലീദ് ചെയ്യലിനെ തൊട്ട് ഓടലോട് കൂടെ, വളരെ ഉൾക്കാഴ്ചയോടുകൂടെ ആരെങ്കിലും ഇമാമിങ്ങൾ പറഞ്ഞതിനെ പിൻപറ്റാനും ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അന്ധമായി തഖ്ലീദ് ചെയ്യുന്നവനല്ല. തഖ്ലീദ് എന്ന് പറഞ്ഞാൽ എന്താ? തെളിവ് നോക്കാതെ മറ്റൊരാളെ കൗല അംഗീകരിക്കുക. ജമുൽ ജവാമിയിലുണ്ടത്. ഞാൻ അങ്ങനെയുള്ള ആളല്ല. അന്ധമായി അനുകരിക്കൂല ഞാൻ ആരെയും. وعليه فإنني إذا قرأت في كتب الأشاعرة رحمه الله تعالى في كتب غيرهم فإني أقبل منها ما أجد له دليلا يدل على تثبيته وتأييده وأرفض منها ما أجد دليلا على بطلانه وأتوقف فيما لا أجد ما يؤيد قبوله أو يؤكد بطلانه. ഈ ഒരു അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയാണ്, വഅലൈഹി, ഞാൻ അന്ധമായി അശ്അരി മദ്ഹബിനെ അംഗീകരിക്കുന്നവനല്ല എന്നുള്ള പ്രകാരം ഞാൻ അശ്അരിയാക്കളുടെ കിതാബ് നോക്കി, അല്ലെങ്കിൽ മറ്റുള്ളവരെ കിതാബ് നോക്കി, എനിക്ക് ആരുടെ കിതാബ് എന്നുള്ള പ്രശ്നമല്ല, ഏത് കിതാബും ഞാൻ നോക്കും. അങ്ങനെ നോക്കിയാൽ അത് ശരിയാണ് എന്നതിനിക്ക് തെളിവ് എനിക്ക് കിട്ടിയാൽ ഞാനത് അംഗീകരിക്കും. ബാത്തിലാണ് എന്നുള്ളതിൻ്റെ മേൽ തെളിവ് കിട്ടിയാൽ ഞാനത് തള്ളും. അത് ശരിയാണ് എന്നുള്ള എനിക്കും തെറ്റാന്നുള്ള എനിക്കും എനിക്ക് ദലീൽ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഒന്നും പറയില്ല. ഇയാളെന്താ ശരിയാ? ഒരു മദ്ഹബിനെ തഖ്ലീദ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ നിലക്ക് തഖ്ലീദ് ചെയ്യല. ഇതാണ് ഇയാൾ അശ്ശരി മദ്ഹബിൻ്റെ കഥ. ഇനി ഇയാൾ സുന്നിയാണോ നോക്കാം നമുക്ക്. അശ്ശരിയല്ല, ഇയാൾ സുന്നിയും അല്ല. ഇയാൾ പറയാണ് അയാളുടെ ഉംറു സയ്യിദത്തി ആയിഷ യൗമൽ അഖ്ദി വ യൗമൽ സിവാജ്, അത് രണ്ട് ഭാഗമായിട്ടുള്ളത്. അതിൻ്റെ രണ്ടാം ഭാഗത്ത് അയാൾ പറഞ്ഞത് ഇസ്ലാമിൻ്റെ എതിര് വരുന്ന സെൽക്കുലറിസക്കാരെയും എൻലൈറ്റ്മെൻറ്റുകാരെയും വിമർശിക്കേണ്ടതുണ്ട്. ആ വിമർശിക്കൽ വാജിബായ കാര്യത്തിൽപ്പെട്ടതുമാണ്. വിമർശകർക്ക് മറുപടി പറയൽ നിർബന്ധമാണ് എന്ന് പറയുന്ന ശാൾ പറയാണ്, വഅറാ അന്ന തസദ്ദിയ ലിതിൽകൽ ഹമലത്തി ശർശതി ബില്ലദില്ലത്തി ദാമിഗതി വൽ ഹുജജി സാതിഅതി മിൻ ഔജബിൽ വാജിബാത്ത്. വാജിബാത്തിൽ വെച്ച് വലിയ വാജിബാത്തിൽപ്പെട്ടതാണ് ഇസ്ലാം വിരുദ്ധർക്ക് മറുപടി കൊടുക്കുക എന്ന് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഇയാൾ പറയാണ്, അല്ലദീ യതസദ്ദാ ലിഹാദാ അസ്ബമാ അറാ വല്ലാഹു അലം. ഈ മറുപടിക്ക് തയ്യാറാകുന്ന ആളുകൾ എൻ്റെ അഭിപ്രായപ്രകാരം രണ്ടിൽപ്പെട്ട ഒരു വിഭാഗമാണ്, രണ്ട് തരം ആളുകളാണ് എന്നുള്ള അർത്ഥത്തിലേക്ക്. എന്താ രണ്ട് തരം മറുപടിക്കാർ? ഇമ്മ അൻ യകൂന മുഅ്തഖിദൻ ബിഅന്ന ഹദീസ സ്വഹീഹൈനി മിമ്മാ യുക്തൗ ബിസിഹ്ഹതിഹാ സിവൽ മവാദി അൽ യസീറത്തൽ മുസ്തസ്നാത അല്ലതി അശാറ ഇലൈഹാ ഇബ്നു സ്വലാഹ് റഹിമഹുല്ലാഹ്. ബഹുമാനപ്പെട്ട ഇബ്നു സ്വലാഹ് അവരുടെ മുഖദ്ദിമയിൽ ധാരാളം ഹദീസുകളെ സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്.
അതിൽ അവർ പറഞ്ഞിട്ട് ചെറിയ ഹദീസുകളെ പറ്റി അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം പറയുന്നുണ്ട് ആ അഭിപ്രായ വ്യത്യാസമുള്ളത് മുഴുവനും തള്ളപ്പെട്ട എതിരഭിപ്രായമാണെന്നും പറയുന്നുണ്ട്. അങ്ങനെ ഇബ്നു സ്വലാഹും മറ്റുള്ള ഇമാമികളും പറഞ്ഞതുപോലെ ബുഖാരിയിലും മുസ്ലിമിലുമുള്ള എല്ലാ ഹദീസും സ്വഹീഹാണെന്ന് ഉറപ്പിക്കപ്പെടുന്ന ഹദീസുകൾ ഇങ്ങനെയുള്ളൊരു കൂട്ടർ. ഹദീസ് ബുഖാരിയിലും മുസ്ലിമിലും വന്ന ഹദീസൊക്കെ സഹിയാണ് എന്ന വിശ്വാസക്കാരുടെ കൂട്ടരുണ്ട്. ഇവർ മറുപടിക്ക് വേണ്ടി വരുന്ന ആളുകളാണ്. وإما أن يقف موقف الباعث عن الحقيقة المستهدي بالكتاب المنير الذي يقول فيه ربنا جل شأنه قل هاتوا برهانكم. രണ്ടാമത്തെ വിഭാഗം യഥാർത്ഥത്തിൽ തെളിവിന് പറ്റുന്നത് പരിശുദ്ധ ഖുർആൻ മാത്രം, അതുകൊണ്ട് സത്യത്തെ തേടുന്നവർ. പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഹത്തു ബുർഹാനക്കും, ഹത്തു ബുർഹാനക്കും ഖുർആൻ കൊണ്ടുവരീന അർത്ഥം വെക്കുന്നത്. അപ്പോൾ ഖുർആൻ കൊണ്ടിട്ട് കിതാബും മുനീർ കൊണ്ടിട്ട് ഹിദായത്തിനെ തേടുന്ന ഒരു നല്ല ചർച്ച ചെയ്യുന്ന ആള്, അവർക്ക് ഹദീസ് പ്രശ്നേ അല്ല. ഹദീസിൽ എന്ത് കാര്യം വന്നാലും അത് തള്ളാൻ പ്രശ്നമില്ലാത്ത ആളുകൾ, ഖുർആനെതിരാവാഞ്ഞാൽ മതി. ഇങ്ങനൊരു വിഭാഗം, രണ്ട് വിഭാഗം ആളുകൾ. ഒന്ന് ഹദീസുകൾ കൊണ്ട് ഹദീസ് സഹിയാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് മറുപടി പറയുന്നവർ. രണ്ടാമത്തത് ഖുർആൻ എതിരാവാതെ നിന്നാൽ മതി, ഖുർആനാണ് സത്യത്തെ സത്യം അന്വേഷിക്ക് വേണ്ടത്, ഖുർആനാണ്, ഖുർആൻ മാത്രമേ അംഗീകരിക്കേണ്ടതുള്ളൂ എന്ന് പറയുന്നൊരു വിഭാഗം. ഈ രണ്ടൊരു വിഭാഗമാണ് മറുപടിക്ക് വരുന്നത്. ലസ്തു ബിഹംദില്ലാഹി തആല മിനൻ നൗഇൽ അവ്വൽ, ഞാൻ ഒന്നാം വിഭാഗത്തിൽപ്പെട്ട ആളല്ല. സഹീഹയിനുള്ള ഹദീസുകളൊക്കെ സഹിയാണ് എന്ന അഭിപ്രായം എനിക്കില്ല. وحتى يعرف القارئ لما لا أكون من ذلك النوع فعليه أن يقرأ أولا مبعث حديث الصحيحين هل ضعف بعض العلماء بعضها. ഞാൻ എന്താ അക്കൂട്ടത്ത് പെടാത്തത്? സഹിയുള്ള ഹദീസ് മുഴുവനും സഹിയാണ് എന്ന് ഞാൻ പറയാത്തത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ ആഗ്രഹമുള്ളവർ എന്ത് ചെയ്യട്ടെ? അഹാദീസു സഹിഹൈനി ബുഖാരി മുസ്ലിമിൻ്റെ ഹദീസുകളെ ഏതെങ്കിലും ഉലമാ ദഈഫാക്കിയിട്ടുണ്ടോ ഇല്ലേ എന്ന ചർച്ച ഒന്ന് പരതി നോക്കട്ടെ, നെറ്റിലടിച്ച് നോക്കട്ടെ, അപ്പോൾ കിട്ടും. ഫഫീഹി അസ്മാഉ അശറാത്തിൽ ഉലമാഇ അല്ലദീന ദഅഫു ബഅദ റിവായാത്തി സഹിഹൈനി. അങ്ങനെ പരിശോധിച്ചാൽ കാണാം ധാരാളം 10,000 അല്ല 10 കണക്കിന് അശറാത്ത് 10 കണക്കിന് മഹാന്മാർ സഹീഹിന്റെ ഹദീസിനെ തള്ളിയവരായിട്ട് കാണാം. ഇബ്തിദാഅൻ മിൻ തബഖത്തി ശുയൂഖിൽ ബുഖാരി വ മുസ്ലിം വമിൻ തബഖത്തിഹിമാ വമിൻ തബഖാത്തി താലിയതി ലഹുമാ മുറൂറൻ ബിൻ അബ്ദുൽ ബർ വന്നവി വബിൻ ഹജർ വഗൈരിഹിം. അവരിൽ പെട്ടാൽ കാണാം ബുഖാരി ഇമാമിൻ്റെ ശൈഖന്മാർ, അവരുടെ മുമ്പുള്ള ശൈഖന്മാർ അവരെ മുഴുവനും തള്ളിയതായിട്ട് കാണാം. ഇബ്നു അബ്ദുൽ ബർ, നവവി, ഇബ്നു ഹജർ ഇങ്ങനെയുള്ളവരെ അടുത്ത് കൂടി കണ്ണ് നടന്നു നോക്ക്, ഓലുക്കാനെ കുറേ ആളെ പേര് പറഞ്ഞിട്ടുണ്ടാകും. അൻ അയ്യുൽ അഖുൽ ഫാദിലു അബ്അഥു അനിദ് ദലീലി വൽ ബുർഹാൻ ലിഅന്ന ഹാദാ ഹുവൽ മത്ലൂബ് മിന്നാ ജമിയാ ഇദാ കുന്നാ നഹ്തകിമു ലിൽ ഖുർആനിൽ കരീം അല്ലദീ ഹുവൽ ഹുദാ വല്ളിയാ വശ്ശിഫാ. പരിശുദ്ധ ഖുർആനിനെ ഹാക്കിമായി വിധികർത്താവായി നിശ്ചയിക്കുന്ന നമ്മക്ക് ഏതൊരു വിഷയം വന്നാലും ആ വിഷയത്തെപ്പറ്റി തെളിവ് പഠിക്കണം. എന്നിട്ട് ആ തെളിവിനനുസരിച്ച് നമ്മൾ പറയണം. ഖുർആനാണ് ഹാക്കിമായിട്ടുള്ളൂ. ഹദീസിനെ ഒന്നും അമ്പാൻ പറ്റൂല, ഒന്നും അംഗീകരിക്കാൻ പറ്റൂല. ഈ തള്ളേണ്ടതും കൊള്ളേണ്ടതുമുണ്ട്. എന്നിട്ട് ഇയാളിങ്ങനെ പറഞ്ഞു പോവുകയാണ്. ഹദീസുകൾ ബുഖാരിയിലും മുസ്ലിമിലും ധാരാളം ദഈഫുണ്ട്. وأكرر القول بأن القارئ لهذا الحوار قد يصعب عليه فهمه حتى يقرأ قبله مبعث أحاديث الصحيحين هل ضعف بعض العلماء بعضها. ഞാൻ ഈ പറഞ്ഞ കാര്യം ഉൾക്കൊള്ളണമെങ്കിൽ ആദ്യമായി സ്വഹീഹൈൻ്റെ ഹദീസിൽ നിന്ന് ഏതെങ്കിലും ഹദീസുകൾ ഉലമായിൽ നിന്ന് ചില ഹദീസുകൾ തള്ളിയിട്ടുണ്ടോ ഇല്ലേ എന്നാദ്യം പഠിക്കണം. അത് പഠിച്ചാലേ ഞാൻ ഈ പറഞ്ഞ തിരിയുള്ളൂ. തള്ളിയിട്ടുണ്ട്
അപ്പോൾ ഈ വിഭാഗത്തിലാണ് ഞാൻ പെടുന്നത്. സ്വഹീഹൈനിക്കോ ഏതെങ്കിലും ഒരു കിതാബിലെ ഹദീസുകളോ മുഴുവനും ശരിയാണെന്ന് പറയുന്ന വിഭാഗത്തിൽ ഞാൻ പെട്ടതല്ല. ആ നിലയ്ക്കേ ഞാൻ മറുപടി പറയുള്ളൂ. ഇനി ഇയാളെ പറ്റി എന്താ പറയേണ്ടത് നിങ്ങളാണ് തീരുമാനിച്ചാളെ. എന്നിട്ട് ഈ ഇദ്ലുബി എന്ന് പറയുന്ന ഈ മനുഷ്യൻ പറയാണ്, ഒരു ഉദാഹരണം, എല്ലാ തള്ളപ്പെടേണ്ട ബുഖാരി മുസ്ലിമിലെ ഹദീസ് റവൽ ബുഖാരിയോ മിസാലും എന്നിട്ട് പറയാം. ഒരു ഉദാഹരണം, റവൽ ബുഖാരിയോ മുസ്ലിമും ഫി സ്വഹീഹിഹിമാ അൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ഇമാം ബുഖാരിയും മുസ്ലിമും രണ്ടാളുടെയും സ്വഹീഹിൽ അനസ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്തിട്ടുണ്ട്. അന്ന റജുലൻ മിൻ അഹ്ലിൽ ബാദിയത്തി അത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ബാദിയത്തിൽപ്പെട്ട ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വന്നു. ഫഖാല, എന്നിട്ട് അയാൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് മത്തസ്സാഅത്തു ഖായിമ, മത്തസ്സാഅത്തു ഖായിമത്തൻ എന്ന് ചോദിച്ചു. ഖാല, റസൂലുള്ളാഹ് പറഞ്ഞു, വൈലക് വമാ അഅദത്ത ലഹാ, വൈലക്, നീ എന്താണ് അതിന് വേണ്ടി തയ്യാർ ചെയ്തത്? ഖാല മാ അഅദത്തു ലഹാ ഇല്ലാ അന്നി ഉഹിബ്ബുല്ലാഹ റസൂലാ, ഞാൻ അതിന് വേണ്ടി പ്രത്യേകം ഒരുങ്ങിയിട്ടൊന്നുമില്ല, പക്ഷേ ഞാൻ അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടം സ്നേഹിക്കുന്നു. ഖാല ഇന്നക മഅ മൻ അഹ്ബബ്ത, എന്നാൽ നീ സ്നേഹിച്ചവനെ കൂടെയാണ് നീ. ഫഖുൽനാ വനഹ്നു കദാലിക്. അപ്പോൾ സദസ്സിലുള്ള ആളുകൾ ചോദിക്കുകയാണ്, ഞങ്ങളും അങ്ങനെ തന്നെയാണോ? ആരെയാണോ സ്നേഹിച്ചത് ഓലോട് കൂടെ തന്നെയാണോ? ഖാല നഅം, റസൂലുള്ളാഹി പറഞ്ഞു, അതെ. ഫഫരിഹ്നാ യൗമൈദിൻ ഫറഹൻ ശദീദാ, അന്ന് ഞങ്ങൾ വല്ലാതെ സന്തോഷിച്ചു. ഫമറ ഗുലാമുൻ ലിൽ മുഗീറ, മുഗീറത്ത് ബിൻ ശുഅബയുടെ ഒരു കുട്ടി നടന്നുപോയി. വക്കാന മിൻ അക്രാനി, അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ആ കുട്ടി എൻ്റെ പ്രായക്കാരനായിരുന്നു. ഫഖാല ഇൻ ഉഖിറ ഹാദാ ഫലൻ യുദ്രികഹുൽ ഹറമു ഹത്താ തഖൂമ സ്സാഅ എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. ഈ ഹദീസിന് ഈ ചങ്ങായി അർത്ഥം വെക്കുകയാണ്. എന്താ? മത്തസ്സാഅത്തു ഖായിമ എന്ന് പറഞ്ഞ അർത്ഥം വെക്കുന്നത് എന്നാണ് ഖിയാമത്ത് വരിക എന്നാണ്. അവിടെ ഇമാമിങ്ങൾ വെച്ച അർത്ഥം അതല്ല. മത്തസ്സാഅത്തു ഖായിമ ഞാനെന്നാ മരിക്കുക എന്നാ ചോദിച്ചത്. അതിനെ വെച്ചാൽ അജി മരിച്ചാൽ പന്തിൽ ഒരുക്കി വെച്ചിക്കണോ? അപ്പോൾ അള്ളാഹുവിനെ റസൂലിനെ സ്നേഹിക്കുന്നുണ്ട്, വേറെ ഒന്നും എൻ്റെ അടുത്തില്ല. നജി സ്നേഹിച്ചോലപ്പം തന്നെ നമുക്ക് ഖിയാമത്ത് എൻ്റെ മരണം എപ്പാന്ന് പറഞ്ഞിട്ടില്ല, ദോഷമൊന്നും വരാൻ പോണില്ല. എന്നിട്ട് പിന്നെ ഒരു ചെറിയ കുട്ടിയുടെ കടന്നു പോയപ്പോൾ റസൂലുള്ളാഹി പറയാണ്, ഇയാൾ വെക്കുന്നിടത്ത് എന്താ? ഇൻ ഉഖിറ ഹാദാ, ഈ കുട്ടി കുറേ കാലം പിന്തിക്കപ്പെടുകയാണെങ്കിൽ, ഫലൻ യുദ്രികഹുൽ ഹറമു, അതായത് കുറേ കാലം ജീവിക്കുകയാണെങ്കിൽ അവനിക്ക് വാർദ്ധക്യം വരൂല. ഹത്താ തഖൂമ സ്സാഅ, ഖിയാമത്തിന് ഖിയാമത്ത് നാൾ നടന്നിട്ടുണ്ടാകും. ഈ കുട്ടിക്ക് വാർദ്ധക്യം എത്തുന്നതിൻ്റെ മുമ്പായിട്ട് ഖിയാമത്ത് നാൾ വരും എന്നർത്ഥം വെക്കുക. എന്നിട്ട് പറയാണ്, ഈ എത്ര ആളുകൾ, എത്ര കാലാ കുട്ടി മരിച്ചിട്ട് എത്ര കാലായി? എന്നിട്ട് ഖിയാമത്ത് നാൾ നടന്നോ? ഖിയാമത്ത് നാൾ നടന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് ഈ ഹദീസ് ഈ ബുഖാരിയിലും മുസ്ലിമിലുമുള്ള തള്ളപ്പെടേണ്ട ഹദീസാണ്. എന്താ അവനെ പറ്റി പറയാ? ഈ ഹദീസിന് ഇമാമിങ്ങൾ അർത്ഥം എന്താ? ഇൻ ഉഖിറ ഹാദാ ഫലൻ യുദ്രികഹുൽ ഹറമു ഹത്താ തഖൂമ സ്സാഅ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഓരോരുത്തരും മരിക്കുന്നതിൻ്റെ മുമ്പായി, നിങ്ങളുടെ മരണം നിൽക്കുന്നത് വരേക്കും ഇവനിക്ക് വാർദ്ധക്യമാവൂല. ഇവനിക്ക് വാർദ്ധക്യമാകുന്നതിൻ്റെ മുമ്പ് നിങ്ങളെ മരണം സംഭവിക്കും. അത് ശരിയാണോ അല്ലേ നോക്കി. അങ്ങനെയാണ് ഇമാമിന്റെ അർത്ഥം വെച്ചിട്ടുള്ളത്. അങ്ങനെ വെക്കേണ്ട അർത്ഥത്തിനേക്ക് ഖിയാമത്ത് നാൾ ഇയാൾക്ക് വയസ്സാകുമ്പോഴത്തിനെത്തും. എന്നിട്ട് ഖിയാമത്ത് നാൾ ഇപ്പം ഉണ്ടായോ എന്ന് ചോദിച്ച് കളിയാക്കിക്കാണ്ട് അതുകൊണ്ട് ഈ ഹദീസ് തള്ളണം. ഇങ്ങനെ ഹദീസ് തള്ളാൻ വേണ്ടി തുനിഞ്ഞതായ ഒരു മനുഷ്യനാണ് ഇദ്ലിബി. എന്നാൽ സ്വഹീഹൈനെ പറ്റി നസായിൻ്റെ റിവായത്ത് മുമ്പ് ഞാനൊരു വോയിസിൽ പറഞ്ഞിട്ടുണ്ട്. സ്വഹീഹൈനെ കൊണ്ട് അമൽ ചെയ്യൽ നിർബന്ധമാണ് എന്ന് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട ഇമാം ശറഹ് മുസ്ലിമിൽ നബി ഇമാം തുടക്കത്തിൽ 20-ാമത്തെ പേജിൽ വളരെ വിഷയമായി പറയുന്നുണ്ട്.
ബുഖാരിയിലും മുസ്ലിമിലും ഉള്ളത് സ്വഹീഹാണ്. അത് രണ്ടുകൊണ്ടും അമൽ ചെയ്യൽ നിർബിജ്മാ ആണ് എന്ന് ഇമാം മുസ്ലിം പറയുന്നുണ്ട്. 20-ാമത്തെ പേജ് 1-ാം ജുസ്. അങ്ങനെയുള്ളൊരു സംഭവത്തെ പറ്റിയാണ് ഇയാൾ പറഞ്ഞത്. ഞാൻ അക്കൂട്ടത്തിൽപ്പെട്ടതല്ല, സ്വഹീഹിനുള്ളത് മുഴുവനും ശരിയാണ് എന്ന് പറഞ്ഞ ആളല്ല. എന്നിട്ട് ഇയാൾ പറഞ്ഞെന്താ, ആയിഷ റളിയല്ലാഹു അൻഹക്ക് 26-ാമത്തെ വയസ്സിൽ നിക്കാഹ് നടന്നു എന്നതും 9-ാമത്തെ വയസ്സിൽ വീട്ടിൽ കൂടി എന്നുള്ളതും 18-ാമത്തെ വയസ്സിൽ ആയിഷ റളിയല്ലാഹു അൻഹക്ക് 18 വയസ്സായപ്പോൾ റസൂലുള്ളാഹി മരിച്ചു, വഫാത്തായി എന്ന് പറയുന്നതും അത് ആയിഷ ബീവിക്ക് സംഭവിച്ചു പോയ ഊഹാപോഹാണ്, അത്തുംബിത്വാണ്. ഇതാണ് ഈ ചങ്ങായിൻ്റെ തെളിവ്. അതിനയാൾ നീട്ടിപ്പരത്തി പേജുകളോളം അതാ പറഞ്ഞിട്ടുണ്ടെന്നത്. ആയിഷ ബീവിക്ക് എന്താ തെറ്റു, വാർദ്ധക്യമായിട്ടില്ലേ, വാർദ്ധക്യമാകുമ്പോൾ എന്താ അത്തുമിത്തും ഉണ്ടാവൂലേ, എന്താ ആയിഷ ബീവിക്കടെ അത്തുമിത്തും ബന്ധം എന്താ വരാൻ പോണ്, ഇതൊക്കെയാണ് ഈ ആള് പറയണത്. എന്നാൽ ഈ മനുഷ്യനിക്ക് ഹദീസുമായി എന്തെങ്കിലും പരിചയമുണ്ടോ? മുഹദ്ദിസാണ് എന്ന് അവൻ പറയുന്നുണ്ട് എന്നല്ലാതെ അവനിക്ക് ഹദീസുമായി യാതൊരു പരിചയവുമില്ല. നോക്ക്, ഇയാൾ പറഞ്ഞുണ്ടോ, അൽ ഹദീസുൽ വാരിദു ഫീ തഹ്ദീദി ഉംരി ആയിഷത ബിസിത്തി സനവാത്തിൻ യൗമൽ അഖ്ദി വബിതിസ്ഇ സനവാത്തിൻ യൗമൽ സിവാജി സ്വഹീഹുൽ ഇസ്നാദി വലാകിന്നഹു മുഖാലിഫുൻ ലിൽ ഖറായിനി താരീഖിയ്യത്തി സാബിത ഫഹുവ ശാദ്ദുൻ വമഹ്മൂലുൻ അലാ അന്നഹു മിനൽ ഔഹാം. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വയസ്സ് 6 അഖദിൻ്റെ ദിവസത്തിൽ, 9 വീട്ടു കുടുംബം എന്ന ഹദീസ് സഹീഹുൽ ഇസ്നാദ്. അതിൻ്റെ ഇസ്നാദ് സഹീഹാണ്. ഇസ്നാദ് സഹീഹാണ്, ഹദീസ് സഹീഹ് തന്നെയാണ്. അപ്പോൾ ഹദീസ് സഹീഹാവാൻ ഒരു മുഹദ്ദിസിനെ സംബന്ധിച്ചിടത്തോളം അതുണ്ടായാൽ മതി. അതുകൊണ്ടാണ് ബുഖാരി മുസ്ലിം സഹീഹൈനി എന്ന് പറഞ്ഞ മത്തിന് ഇവർക്ക് പ്രശ്നമില്ല, സനദ് നന്നായാൽ മതി. വലാകിന്നഹു മുഖാലിഫുൻ ലിൽ ഖറായിനി താരീഖിയ്യത്തി സാബിത, സ്ഥിരപ്പെട്ട ചരിത്രപരമായ തെളിവുകളോട് അത് എതിരായതാണ്. ഫഹുവ ശാദ്ദുൻ, അപ്പോൾ ഈ ഹദീസ് ഷാദാണ്. വമഹ്മൂലുൻ അലാ അന്നഹു മിനൽ ഔഹാം, അത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഊഹാപോഹങ്ങളിൽ അത്തും ബിത്തും പറഞ്ഞപ്പെട്ടതാണ് എന്ന് വെക്കണം. ഇയാൾക്ക് ഹദീസിനെ പറ്റി വല്ലതും അറിയോ? ഇമാം ബുഖാരി മുസ്ലിമും സ്വഹീഹൈനിയാണ് എന്ന് ഇയാൾ പറയുന്നുണ്ട്. സ്വഹീഹൈനിയാണെന്ന് തൊട്ട് മുമ്പ് ഇയാൾ പറഞ്ഞു, ഒരു ഹദീസ് സ്വഹീഹ് ആകുക എന്ന് പറഞ്ഞ ബുഖാരി മുസ്ലിം ഹദീസല്ല. ഒരു ഹദീസ് സ്വഹീഹ് ആകുക പറഞ്ഞാൽ എന്താ? മത്തിന് മാത്രം സനദ് സ്വഹീഹായാൽ മതിയോ? ബഹുമാനപ്പെട്ട ഇബ്നു സലാം മുഖദ്ദിമയിൽ ഹദീസിൻ്റെ ഉലൂമുൽ ഹദീസിൻ്റെ കിതാബിൽ മുഴുവനുള്ളൊരു വിഷയമാണിത്. ഹദീസിനെ പറ്റി നാക്കാലിക്ക് ഒന്നും അറിയില്ല, അതാ സംഭവം. ഹദീസ് സഹിയാകുക എന്താ? അമ്മൽ ഹദീസു സഹീഹു ഫഹുവൽ ഹദീസുൽ മുസ്നദു അല്ലദീ യത്തസിലു ഇസ്നാദുഹു ബിനഖ്ലിൽ അദ്ലിൽ ളാബിതി അനിൽ അദ്ലിൽ ളാബിതി ഇലാ മുൻതഹാഹു വലാ തകൂനു ശാദ്ദൻ വലാ മുഅല്ലലാ. ഹദീസ് സ്വഹീഹ് എന്ന് പറഞ്ഞാൽ അത് മുസ്നദായി സനദ് പറയപ്പെട്ടതായിട്ട് വരണം, മുത്തസിലായ സനദ് ഉള്ളതാവണം. അല്ലദീ യത്തസിലു ഇസ്നാദുഹു, അതിൻ്റെ ഇസ്നാദ് ഈ റിവായത്ത് ചെയ്യുന്ന റാവി മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക്, അല്ലെങ്കിൽ നബി അല്ലാതെ മൗഖൂഫ് ഹദീസാണെങ്കിൽ സ്വഹാബിയിലേക്ക്, അസറാണെങ്കിൽ താബിയിലേക്ക്, അതിൻ്റെ ഇസ്നാദ് മുത്തസിലായി വരണം. എങ്ങനെ മുത്തസിലാവണം? ബിനഖ്ലിൽ അദ്ലി, അദാലത്തുള്ള റാവിൻ്റെ ഉദ്ധരിക്കൽ കൊണ്ട്, അല്ലാബിത്തി, പറയുന്ന വിഷയങ്ങൾ വളരെ ക്ലിപ്തതയോടുകൂടെ പറയാൻ കഴിയുന്ന അദ്ല്, അനിൽ അദ്ലിൽ ളാബിത്തി, അദ്ദേഹത്തിൻ്റെ ഉസ്താദും പറയുന്ന വിഷയം വളരെ ലബ്ത്തുള്ളതായ, ക്ലിപ്തതയുള്ളതായ, മാത്രവുമല്ല അദ്ലുമായിരിക്കണം. ഇസ്ലാമിൻ്റെ സാക്ഷിയാവാൻ റിവായത്ത് ചെയ്യാനുള്ള എല്ലാ യോഗ്യതയുമുള്ളവരായിരിക്കണം. ഇലാ മുൻതഹാഹു, അത് അതിൻ്റെ അറ്റം വരേക്കും, സനദിൻ്റെ ലാസ്റ്റ് വരേക്കും അങ്ങനെ തന്നെ ഓരോരുത്തരും അദ്ലും ളാബിത്തും ആവണം. അതോടുകൂടെ വലാ തകൂനു ശാദ്ദൻ,
വലാ മുഅല്ലലാ. ആ ഹദീസിൽ സാദാവാനും പാടില്ല, മുഅല്ലലാവാനും പാടില്ല. അപ്പൊ സാദുവായിക്കൂടാ, മുഅല്ലലുമായിക്കൂടാ. സാദായ ഹദീസ് അത് സ്വഹീഹല്ല. ഇബ്നു സലാഹ് തന്നെ പ്രത്യേകം പറയുന്നുണ്ട്, വഫീ ഹാദിഹിൽ ഔസാഫ് ഇഹ്തിറാസുൻ അനിൽ മുർസലി വൽ മുൻഖത്തി വൽ മുഅല്ലലി വസ്സാദി വമാ ഫീഹി ഇല്ലത്തുൻ കാദിഹത്തുൻ വമാ ഫീ റാവിഹി നൗഹു ജുർഹിൻ വാദിഹി അൻവാഉൻ യഅതി ദിക്റുഹാ ഇൻഷാ അല്ലാഹു തബാറക വതആല. മുഖദ്ദിമത്ത് ഇബ്നു സലാഹ് 12 ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായി, മുർസലായ ഹദീസിന് സ്വഹീഹ് എന്ന് പറയില്ല, മുൻഖത്തിനെ പറ്റി സ്വഹീഹ് എന്ന് പറയില്ല, മുഅല്ലലിനെ പറ്റി സ്വഹീഹ് എന്ന് പറയില്ല, ഷാദിനെ പറ്റിയും സ്വഹീഹ് എന്ന് പറയില്ല. എന്തെങ്കിലും കാദിഹായ ഐബായി വരുന്ന പ്രശ്നമായി വരുന്ന പ്രശ്നങ്ങളുള്ളതിനിക്കും വമാ ഫീ റാവിഹി നൗഉ ജുർഹിൻ, റാവികൾക്ക് എന്തെങ്കിലും ജുർഹ് സംഭവിച്ചാൽ അതും സഹിയാവൂല. അപ്പം ആയിഷ ബീവിക്ക് അത്തും ബിത്തുവാണ് എന്ന് പറഞ്ഞാൽ ആ ഹദീസ് സഹിയാവൂല. അത്തും ബിത്തുവാണ് റിവായത്തിൽ ഹദീസ് സഹിയാവൂല. എന്നിട്ട് ഫഹുവ സാദുൻ, ഹദീസ് സഹിയാണ്, സ്വഹീഹൈനി തന്നെയാണ് ശരി, ബുഖാരി മുസ്ലിമും സ്വഹീഹൈനിയാണ്, അത് സാദാ ഹദീസ് ഉണ്ടെന്നേ ഉള്ളൂ. ഔഹാമുള്ള റാവി റിവായത്ത് ആരാ? ഔഹാമു ആയിഷ ബീവി. ഒരു അന്തള്ള വർത്താനം പറയണ്ടേ? ഈ പറയണോൻ എന്ത് മുഹദ്ദിസാണ്? ഓനാണ് ഇസ്ലാമിൻ്റെ മേലിൽ വരുന്ന ഇഷ്കാലുകൾക്ക്, പ്രശ്നങ്ങൾക്ക്, ചോദ്യങ്ങൾക്ക് മറുപടി ഇറങ്ങാൻ വേണ്ടി ഇല്ലാത്ത ലോകത്തേക്ക് അള്ളാഹു തന്നിട്ട് ഇറക്കിയ എന്തോ ഒരു അത്ഭുത മനുഷ്യൻ എന്ന് പറഞ്ഞത്. ഒരാളെ മൂച്ചിമ്മ കയറ്റുമ്പോളേ അയാൾക്കുള്ളത് കൊണ്ട് ഒരു മട്ടുള്ള കയറ്റൽ കയറ്റണം. ഈ നിലക്കൊന്നും ആളെ കയറ്റിക്കൂടാ. ഇത്രയും വലിയ തമ്മാടി എന്നെല്ലാം എന്താ അയാളെ പറ്റി പറയാം? സഹിയായ ഹദീസ് എന്ന് അറിയില്ല, സാദായ ഹദീസ് സഹിയാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. വഹുമുള്ള ആൾ റിവായത്ത് ചെയ്ത ഹദീസ് സഹിയാണെന്ന് പറഞ്ഞ് നടക്കുകയാണ്. ഇവനാണ് സഹിയും ഹദീസും വൈഫും വേർതിരിച്ചാൻ വേണ്ടി ഖുർആൻ കൊണ്ട് അമൽ ചെയ്യുന്ന ആള്. ആ വാക്ക് തന്നെ പോയില്ല അയാളെ മാർക്ക്. എന്നിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വയസ്സ് സ്ഥിരീകരിക്കാൻ വേണ്ടിയുള്ള വിഷയത്തിൽ ഇയാൾ പറയാണ്, ഫീ ആദിഹിൽ മസലത്തി കൗലാനി, ഈ മസലയിൽ 2 കൗലുണ്ട്. മസല എന്നാ ഈ പറഞ്ഞത്. എന്താ മസല? ആയിഷ ബീവിൻ്റെ വയസ്സെത്ര? ഒന്ന് അൽ കൗലുൽ അവ്വലുൽ മശ്ഹൂറു ഹുവ അന്നഹു അഖദ അലൈഹാ വഹിയ ബിൻതു 6 സിനീൻ വതസവ്വജഹാ വഹിയ ബിൻതു 9. ഒരു ഒന്നാമത്തെ കൗലതാ. അത് മഷൂറായ കൗലാണ്. ലോകത്തുള്ള ഉലമാ മുഴുവനും പറഞ്ഞതാണ്. പറയാത്ത ഒരാളുമില്ല. മുഹദ്ദിസീങ്ങളെ കൂട്ടത്തിലോ ചരിത്രകാരന്മാരുടെ കൂട്ടത്തിലോ അത് പറയാത്തോലില്ല. ആയിഷാബിനെ പറ്റി പറഞ്ഞു കൊടുത്ത് ഏത് കിതാബ് നോക്കിയാലും അതുണ്ട്. അപ്പോൾ എല്ലാ കിതാബിലുണ്ട്, എല്ലാവരും പറഞ്ഞിട്ടുണ്ട് എന്നാൾ പറഞ്ഞു. മസ്കോലും മഷൂർ പറഞ്ഞാൽ അഖദം ബിമാ സബത അൻഹാ മിൻ ഖൗലിഹാ ഫീ സ്വഹീൽ ബുഖാരി വഗൈരി മിമ്മാ യഅനി അന്ന വലദത് ബഅദൽ ബീസത്തി നബവിയ്യ ബി 4 സിനീൻ. നബുവത്ത് 4 കൊല്ലം കഴിഞ്ഞ നബി തങ്ങൾ ജനിക്കപ്പെട്ടത് എന്ന് വരുന്ന ഹദീസ് എടുത്തിട്ടാണ് അതിനൊക്കെ തെളിവുകൾ. എന്നിട്ട് അതങ്ങനെ കുറേ പറയുന്നുണ്ട്. പിന്നെ ചെറു തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഹിജ്റ ചെയ്യുന്നതിൻ്റെ 8 കൊല്ലം മുമ്പാണ്. അതിനൊക്കെ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇയാൾ പറയാണ് അൽ കൗലുസാനി, രണ്ടാമത്തെ കൗല് ഹുവ അന്നഹു അഖദ അലൈഹാ വഹിയ ഇബ്നതു 14 വതസവ്വജഹാ വഹിയ ഇബ്നതു 17 വഖദ് ഖാറബത് 18 മിമ്മാ യഅനി അന്ന വലദത് ഖബ്ല അൽ ബൈതത്തി ബി 4 സിനീൻ. രണ്ടാമത്തെ കൗല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയെ നിക്കാഹ് ചെയ്യുമ്പോൾ ആയിഷ ബീവിക്ക് 14 വയസ്സുണ്ട്. നബി തങ്ങൾ വീട്ടിൽ കൂടുമ്പോൾ 17 ആയിഷ ബീവിക്ക് 17 വയസ്സുണ്ട്. 18ാമത്തെ വയസ്സിനോട് അടുത്തിട്ടുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തിൻ്റെ ഹിജ്റണ്ടല്ല, നുബുവത്തിന് ശേഷമല്ല, നുബുവത്തിൻ്റെ മുമ്പ് 4 കൊല്ലം മുമ്പ്. അതാരെ പറഞ്ഞ്? ഒരു മനുഷ്യൻ പറഞ്ഞിട്ട് അയാൾക്ക് പറയാൻ കിട്ടൂല. എന്നിട്ട് പറഞ്ഞു കേട്ടോ, വകലാമു ഇസ്ഹാഖ വത്തിബി വകലാമു ഇബ്നു ഇസ്ഹാഖ വത്തിബിരി യുസീറു ഇലാ ഹാദാ. ഈ കൗലിക്ക് ഇബ്നു ഇസ്ഹാഖിൻ്റെയും തിബിരിയുടെയും വാക്ക് സൂചന നൽകുന്നുണ്ട്. അപ്പം ഈ കൗൽ ആരതാ? ആരെ കൗലാണ്? ഇത് രണ്ടാം കൗല്. 2 കൗലുണ്ട്. രണ്ടാം കൗല്
ഈ രണ്ടാം കൗലുക്ക് സൂചന നൽകുമ്പം ആരാണ് പറഞ്ഞിട്ടുള്ളത്? തൊബരിയുടെയും ഇബ്നു ഇസ്ഹാഖിൻ്റെയും കലാമെന്ന് സൂചന കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഇത് പറയണ ആളാരാ? കൗല് പറഞ്ഞ ആള് ഈ ചങ്ങായി അല്ല, വേറെ ആരെങ്കിലും പറഞ്ഞിക്കണോ? അല്ലെങ്കിൽ അയാളെ കൂടെയുള്ള കുറേ ആളുകൾ, അത് കുറേ ഉത്തരേന്ത്യക്കാരാകും, കുറേ അമേരിക്കക്കാരാകും, കുറേ റഷ്യക്കാരാകും, എല്ലാം ഈ കാരണത്തിൽ ഈ നൂറ്റാണ്ടുകളിലാണ്. എന്തിനാണ് ഇവർ ഒരുങ്ങുന്നത്? സഹിയായ ആയിഷ റളിയല്ലാഹു അൻഹക്ക് ഈ ഹദീസ് പറയുമ്പോൾ ഔഹാമുണ്ടായിരുന്നു. സ്വന്തം ചരിത്രം പറയുമ്പോൾ ഔഹാമ്. ആയിഷാബിൻ്റെ മറ്റുള്ള ലക്ഷകായിര കണക്കിന് ഹദീസുകളോ അതിൽ ഔഹാമുണ്ടോ? എന്നിട്ട് ഇയാൾ കേട്ടോളിട്ട് തെളിവ് പറഞ്ഞത് ദലീലുൽ ഖൗലിൽ അവ്വലി പറഞ്ഞിട്ട് ബുഖാരിൻ്റെ മുസ്ലിമിൻ്റെ മറ്റു ചരിത്രകാരന്മാർ നമ്മൾ സാധാരണ പറഞ്ഞ എല്ലാ തെളിവും പറയുന്നുണ്ട്. ഇനി രസതാണ് ദലീലുൽ ഖൗലി സാനി, രണ്ടാം കൗലിൻ്റെ ദലീല്. ഒന്ന്, ആയിഷത്തു അസ്വറു മിൻ ഉഖ്തി അസ്മാ റളിയല്ലാഹു അൻഹ ബിഅശ്രി സിനീൻ വഖദ് ഉലിദത് അസ്മാ ഖബല ജബ്സബ വശരി സന ഐ ഖബല ബിസത്തി നബിയ ബി40 സന വദാ യഅനി അൻ ആയിഷ ഉലിദത് ഖബല ബിസത്തി ബി40 സനവാത്. ഇത് ഞാനത് എൻ്റെ മുമ്പത്തെ വയസ്സിനെ വിശദീകരിച്ചിട്ടുണ്ട്. അസ്മാ റളിയല്ലാഹു അൻഹ നബി തങ്ങളും തമ്മിൽ ആയിഷ ബിയും തമ്മിൽ 10 വയസ്സിന് വ്യത്യാസമുണ്ട്. അസ്മാനെ പ്രസവിച്ചതാണെങ്കിലോ 27ാമത്തെ വയസ്സാണ്. 100 വയസ്സായ കാലത്ത് ആയിഷ അസ്മാ പറഞ്ഞ കാര്യം അവിടെ ഈ ഔഹാമൊന്നും ഉണ്ടാവൂലേ? മാത്രമല്ല ആയിഷ ബീവി തന്നെ പ്രസവിച്ചത് അവിടെ തന്നെ 10 ചില്ലാനം വയസ്സിലാണ്. ആയിഷ ബീവി അസ്മാവിൻ തമ്മിൽ 10 ചില്ലാനം വയസ്സിന് വ്യത്യാസം തന്നെ ഉള്ളൂ. എങ്ങനെ കൂട്ടിയാലും അത് 10 കൃത്യമാണ് എന്നാണ് പറയാണ്. അതാര് പറഞ്ഞ്? ഒന്നാമത്തെ തെളിവ് അതാണ്. അതിന് അത് എവിടുന്ന പറയട്ടെ. ആയിഷത്തു അസ്റു മിൻ ഉഖ്തി അസ്മാ റളിയല്ലാഹു അൻഹ ബിഅശ്രി സിനീൻ, അത് എവിടുന്ന് കിട്ടിയതാ? റവാ ഇബ്നു അബ്ദുൽ ബർ ഫിൽ ഇസ്തിആബ് വഇബ്നു അസാഖ് ബി താരീഖ് ദിമിസ്ക മിൻ ത്വരീഖൈൻ അൻ ഇസ്മാഈൽ അൻ ഇബ്നു അബി സിനാദ് അന്നഹു ഖാല കാനത് അസ്മാ ബിൻത് അബീ ബക്കർ അക്ബറു മിൻ ആയിഷ ബിഅശ്രി സിനീൻ ഔ നഹ്വിഹാ. എന്നിട്ട് പറയാണ് വാദാ ഇസ്നാദുൻ ജയ്യിദുൻ, കുഴപ്പമില്ലാത്ത ഇസ്നാദാണ്. ബുഖാരിയിലും മുസ്ലിമുള്ള വഹ്മ. ഇബ്നു അബ്ദുൽ ബർറും ഇസ്തിആബിൽ ഇബ്നു അസാഖ് താരിഖ് ദിമിസ്കരും പറഞ്ഞാൽ പിന്നെ അത് സഹിയായി, അതിന് യാതൊരു കുഴപ്പമില്ല. അങ്ങനെ ഒരു തെളിവ് അതായിപ്പോയി. നമ്മൾ പറഞ്ഞത് എന്താ? അസ്മാൻ്റെ വയസ്സിൻ്റെ അവിടുന്ന് കണക്കൂട്ടുന്ന മാതിരി അതിനേക്കാളും തെളിഞ്ഞ് എത്രയോ മുഹദ്ദിസിന് റിപ്പോർട്ട് ചെയ്ത കണക്കല്ലേ ആയിഷാ ബീവിൻ്റെത്. അപ്പോൾ ആയിഷാ ബീവി നബുവത്തിൻ്റെ 8ാമത്തെ വർഷവും ഹിജ്റൻ്റെ 8ാമത്തെ വർഷവും ജനിച്ചതാണെങ്കിൽ ആയിഷ ഹിജ്റൻ്റെ 18 അസ്മ ഹിജ്റൻ്റെ 18ാം വയസ്സ് ജീവിച്ചാന്ന് പറഞ്ഞുകൂടെ? കണക്കൂട്ടിക്കൂടെ? എന്താ ഒരു ഭാഗത്തു നിന്ന് മാത്രം കണക്കൂട്ടണമെന്ന്? എന്നാൽ ആയിഷാ ബീവിൻ്റെ സ്വഹീഹൈനും ബുഖാരിയും മുസ്ലിമും എല്ലാ ചരിത്രകാരന്മാരും പറഞ്ഞതുമാണ്. അതെടുത്തൂടെ? അപ്പോൾ അതാ ഒന്നാമത്തെ തെളിവ് അതാ. ഇനി രണ്ടാമത്തെ തെളിവായി അത് അത്ഭുതം. ഞാൻ വല്ലാതെ അത്ഭുതപ്പെട്ടു. രണ്ടാമത്തെ തെളിവ് റബൽ ബുഖാരി അന്ന ആയിഷ റളിയല്ലാഹു അൻഹ അന്ന കാലത്ത് ലഖദ് نزل بمكة على محمد صلى الله عليه وسلم وإني لجارية ألعب بل الساعة موعد والساعة أدهى وأمر وما نزلت سورة البقرة والنساء إلا وأنا عنده. ഈ ഹദീസ് ഇമാം ബുഖാരി പോയിട്ട് ആരാ റാവി? അന്ന ആയിഷത്ത, ആയിഷ റളിയല്ലാഹു അൻഹ വൈന്നീല ജാരിയത്ത് എന്ന് പറഞ്ഞത് അത് ഭയങ്കര സയ്യാണ്. അവിടെ ഒഹുമോ കാര്യമൊന്നും ആയിഷാ ബീവിക്കില്ല. ആയിഷാ ബീവിൻ്റെ വയസ്സ് മണിയായിട്ട് ഇന്ന സമയത്ത് എനിക്ക് ഇത്ര, ഇന്ന വയസ്സ് ഇന്ന, അത് ഒഹുമ, അത് ഊഹാപോകം ചന്നി, അത് ചന്നിയായി പറഞ്ഞത്. ഇതോ എന്നാൽ ഈ ജാരിയത്ത് എന്നുള്ള വാക്കിനിക്ക് ആര് പറഞ്ഞതാണ്? ജാരിയത്താകുമ്പോൾ ആ മറ്റ് 9 വയസ്സാവണമെന്ന്. 9 വയസ്സ് മുതൽ പെണ്ണിനെ ജാരിയത്ത് പറയുള്ളൂ. ഒന്ന് മൻകലിൽ മുഞ്ചിത് എടുത്ത് നോക്ക്. മുഞ്ചിത് കാണാൻ സബിയത്ത് ചെറിയ കുട്ടീനെ അർത്ഥമുള്ളൂ. ഇമാം ബുഖാരിൻ്റെ ഒരു പ്രയോഗം കൊണ്ടോ ജാരിയത്ത് എന്ന് പറഞ്ഞാൽ 9 വയസ്സ് മുതൽ പറയുള്ളൂ എന്ന് ഒരു മനുഷ്യനും പറയാത്തതാണ്. ലിസാൻ അറിഞ്ഞോട്ട് ഉദ്ധരിക്കുന്ന ലിസാൻ ഇല്ല. ബാബുൻ ബുഖാരിൻ്റെ ഹദീസ് കണ്ടോ? ഇദാ ഹമല ജാരിയതൻ സഗീറതൻ അലാ ഉനുഖിഹി ഫിസ്സലാ, ഒരാള് ചെറിയതായ ജാരിയത്തിനെ, ജാരിയത്ത് പറഞ്ഞാൽ 9 വയസ്സ് മുതൽ 15 വയസ്സ് വരേക്കും ആണെങ്കിൽ, അപ്പോൾ ചെറിയ ജാരിയത്ത് പറഞ്ഞത് 9 വയസ്സായ കുട്ടിനെ അർത്ഥം വെക്കൂലേ?
അലാവുനുക്ക് ഈ പെരട്ടിൻ്റെ മേൽ ചുമന്നാൽ ഫിസലാസ്കാരത്തിൽ ഒരു പെൺകുട്ടിനെ നിസ്കാരത്തിൽ പെരടിയിലേറ്റിയാൽ കൗത്ത് ചുമന്നാൽ നിസ്കാരത്തിൻ്റെ കഥ എന്താ പറ്റൂലേന്നാ. എന്നിട്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമാമ ബിൻത് സൈനബ്, റസൂലുള്ളാഹിന്റെ പേരക്കുട്ടി ഉമാമയെ നബി തങ്ങൾ നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുമലേറ്റിരുന്നു. നബി തങ്ങൾ സുജൂദ് ചെയ്യുമ്പോൾ ഉമാമയെ താഴെ വെക്കും. നബി തങ്ങൾ എഴുന്നേൽക്കുമ്പോൾ നബി തങ്ങൾ അതിന് ചുമലേറ്റും. ഉമാമൻ്റെ വയസ്സ് എത്ര? റസൂൽ വഫാത്താവുമ്പം 8 വയസ്സ് താഴെ. നബി തങ്ങൾ ഹിജ്റ വന്നതിൻ്റെ ശേഷം മക്കയിൽ വെച്ച് ജനിച്ച കുട്ടിയാണ്. ഈ കുട്ടിയെ സംബന്ധിച്ചാണ് ഇമാം ബുഖാരി ജാരിയത്ത് എന്ന് പാർത്തിട്ടുള്ളത്. അപ്പോൾ ആര് പറഞ്ഞു ജാരിയത്താണെങ്കിൽ അത് കുട്ടികളെ എടുത്തും കൊണ്ട് നിസ്കരിക്കലൊക്കെ ഏത് കുട്ടീനെ 9, 10, 15 വയസ്സാ തള്ളാരെ പെണ്ണുങ്ങളെ ഒരു അന്തമാണ്ട പറയുമ്പോൾ ജാരിയത്ത് എന്ന വാക്ക് അവിടേക്കേ ഉപയോഗിക്കുള്ളൂ. നിഘണ്ടുവിടൽ വേറെ നിഘണ്ടു ഒന്നുമില്ലേ? നിഘണ്ടു ഒരു ജാരിയത്തിന് അർത്ഥമൊന്നും വെച്ചിട്ടില്ലേ? കുട്ടികൾ മൂത്രമൊഴിച്ചു കൊടുത്ത് പറഞ്ഞാൽ എന്താ? ആൺകുട്ടി മൂത്രമൊഴിച്ച് കാണിച്ചവിടെ ഗുലാമെന്നാണ് പ്രയോഗിക്കണത്. അതിൻ്റെ മേൽ വെള്ളം കുറഞ്ഞാൽ മതി. ജാരിയത്ത് മൂത്രമൊഴിച്ചാൽ കുറഞ്ഞാൽ പോരാ, എന്താണ് കഴുക തന്നെ വേണം. അവിടെ ജാരിയത്ത് എന്താ? 9, 10 വയസ്സായ പെണ്ണുങ്ങൾ പാത്തി കാണിച്ച് കുറഞ്ഞാൽ പോരാന്നാ. അപ്പോൾ അതിൻ്റെ മഫൂം കൊണ്ട് എന്താ കിട്ടുക? 10 വയസ്സ് 9 വയസ്സ് താഴെയുള്ള പെണ്ണുങ്ങൾ പാത്തി കാണിച്ച് വെള്ളം കുറഞ്ഞാൽ മതി അതിൻ്റെ അർത്ഥം വെക്കുക. അവിടെ ഹദീസിലൊക്കെ അങ്ങനെയല്ല ഉള്ളത്. എന്നിട്ട് അതാ തെളിവ് പറഞ്ഞത്. എന്തിനെ തള്ളാന്? ബുഖാരിൻ്റെ ഹദീസിൽ തള്ളാന്. 2 പ്രശ്നം അവിടെ ഉള്ളത്. ഒന്ന്, അതേ അത് ഇന്നീലെ ജാരിയത്തോനെ ആയിഷ ബീവി തന്നെയാണ് പറഞ്ഞത്. അത് പറഞ്ഞ ആയിഷ ബീവിക്ക് ഓർമ്മയില്ല. എനിക്ക് കൃത്യമായി 6 വയസ്സിലാണ് നിക്കായത്. അത് ഓർമ്മ. എനിക്ക് വേണ്ട പണിയില്ലേ, വേറെ പണിയാണ് വേണ്ടത്. അതുപോലെ 3-ാമത്തെ തെളിവ് റവൽ ബുഖാരി ആയിഷ റളിയല്ലാഹു അൻഹ കാലത്ത് ലമ്മാക്കുൽ അബവയ്യ ഖത്തു ഇല്ലാഹുമാ യുദയ്യിനാനിദ്ദീന വലം യമുറ അലൈനാ യൗമുൻ ഇല്ലാ യഅതിനാ ഫീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തർഫൈ നഹാരി ബുക്റതൻ വശയ്യാ فلما ابتلي المسلمون خرج أبو بكر مهاجرا قبل الحبشة حتى إذا بلغ برك الغماد لقيه ابن الدغنة الحديث. എന്നിട്ട് ഈ ഹദീസ് ആരാ ഹദീസ? ആയിഷാബിൻ്റെ ഹദീസ. ആയിഷാബിക്ക് ഓർമ്മില്ലേ? മറ്റേ ഹദീസ് പറയുമ്പോൾ മാത്രമാണ് മറ്റേ വഫാത്താണ് തലേന്ന് പറഞ്ഞത്. ആയിഷാബിക്ക് ഓർമ്മയുണ്ടെന്ന് ആരെങ്കിലും ഒരാൾ പറഞ്ഞു ഈ പഹയനല്ലാതെ? ഇവൻ എന്ത് മുഹദ്ദിസാണ് ഇവനെ തെളിവ് പറഞ്ഞത്? എന്നിട്ട് ഈ ഹദീസ് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്തത് തന്നെ ആയിഷാ ബീവി തന്നെയാണ്. എന്നിട്ടപ്പോൾ ആയിഷാ ബീവിക്ക് വാപ്പ അമ്മയും ബാപ്പയും മറ്റേ നല്ല ദീനായി മുസ്ലിമീങ്ങളായി തടയുന്നതായിട്ടല്ലാതെ എനിക്ക് ബുദ്ധിയച്ചോടം മുതൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്ന അർത്ഥം വെക്കണം. എന്താ ബുദ്ധിയച്ചോടം എന്ന് പറഞ്ഞെങ്കിൽ 6 വയസ്സാണ്ട് 8 വയസ്സാണ്ട് 10 വയസ്സാണ്ട്. എനിക്ക് ബുദ്ധി ഓർമ്മ വെച്ചോടെ മുതൽ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഞാൻ ചെറിയ കുട്ടിയായോടെ മുതലേന്നാ. നമ്മളെ പേരിലൊക്കെ കുട്ടികളുണ്ട്, നിങ്ങളെ പേരിൽ ഇപ്പോൾ കുട്ടികളില്ലെങ്കിൽ നമ്മളെ പേരിലത്തെ കുട്ടികളൊക്കെ നമ്മൾ നിസ്കരിക്കുമ്പോൾ 1 വയസ്സായ കുട്ടികൾ നമ്മളോട് ഒന്ന് തുടർന്ന് നമ്മൾ നിസ്കരിക്കുമ്പോൾ നിസ്കരിച്ച് കാട്ടലുണ്ട്. ഓൽക്കാർ എന്താ വാപ്പാൻ്റെയും മാൻ്റെ ഇതെന്നുള്ളത് 1 വയസ്സായാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നുബുവത്തിൻ്റെ 8 വയസ്സ് മുമ്പ് ജനിച്ച ആയിഷാ ബീവി ആണെങ്കിൽ റിസാലത്തിൻ്റെ ശേഷമുള്ള ആദ്യത്തെ വർഷങ്ങളാണ് ആ ജനനം. റിസാലത്ത് വരുന്നത് നുബുവത്ത് കിട്ടി 3 കൊല്ലം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ആയിഷാ ബീവി ജനിക്കണ തന്നെ മുസ്ലിമത്തായിട്ടുമാണ്. ഔസാബിക്കുല്ലവലിനെ പെട്ടതാണ്. ഉമറത്താബ് സാബിഖ്യങ്ങളിൽ പെട്ടതാണ്. ഉമറത്താബ് മുസ്ലിമാണത്. ഹിജ്റ 6-ാമത്തെ നുബുവത്തിൻ്റെ 6-ാമത്തെ വർഷത്തിലാണ്. ആയിഷാ ബീവി ജനിക്കുന്ന നുബുവത്തിൻ്റെ 4-ാമത്തെ വർഷത്തിലാണ്. അപ്പോൾ ആയിഷാ ബീവി ജനിക്കണ തന്നെ മുസ്ലിമായിട്ടാണ്. അതിൻ്റെ 4 കൊല്ലം കഴിഞ്ഞിട്ട് മുസ്ലിമായ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സാബിഖ്യങ്ങളിൽ പെട്ടതാണ്. എന്നിട്ട് പിന്നെ തെളിവ് പറയാൻ പോകണം. അതാണ് അസ്മാനി ആയിഷാനി സാബിഖ്യങ്ങളിൽ പെട്ടിട്ട് എണ്ണിയിട്ടുണ്ട്. അപ്പോൾ ആയിഷാ ബീവിക്ക് വയസ്സ് തോനെ വേണ്ടേ? ആയിഷാ ബീവി ജനിക്കണേനെ മുസ്ലിമായിട്ടല്ലേ? അതിന് ആയിഷാ ബീവി മുസ്ലിമായതിൻ്റെ ശേഷം 4 കൊല്ലം കഴിഞ്ഞിട്ട് ഉമർ ഖത്താബ് മുസ്ലിമാണത് 40-ാമത്തെ ആളായിട്ട്. ആദ്യം മുസ്ലിമായ 70 ആൾ എണ്ണിൽ 52-ാമത്തെ 53 ആളായിട്ടാണ് ഉമർ ഖത്താബിനെ എണ്ണുന്നത്. സാബിഖുൽ അവലിൽപ്പെട്ടവർ തന്നെ, അവാലി മുസ്ലിമിൽപ്പെട്ടവർ തന്നെയാണ്. ഇതാണ് 3-ാമത്തെ തെളിവ്. ആയിഷാ ബീവി റിപ്പോർട്ട് ഹദീസ് തന്നെയാണ്.
പാപ്പ എൻ്റെ മമ്മിയും പാപ്പയും ഞാൻ ബുദ്ധി തുറച്ചോളം മുതൽ എനിക്ക് ബുദ്ധി ഉണ്ടാകുന്ന കാലത്തോളം മുതൽ ഓർമ്മ ഉണ്ടാകണം കാലത്തോളം മുതൽ ഓല അങ്ങനെ തന്നെ ഇസ്ലാം ദീനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബുദ്ധി തുറച്ചോളം മുതൽ എന്ന് പറഞ്ഞെങ്കിൽ എത്രയോ വയസ്സ് വേണ്ടേ? അതും ആയിഷാബിയെ പറയണത് നോക്കണം. പിന്നെ മറ്റൊന്ന് കണ്ടോ, 4ാമത്തെ തെളിവ് കാല മുഹമ്മദ് ഇസാഖ ഫിസീറത്തിൻ നബവിയ ഫി ദിക്രി അസ്മായി അവൈലി മൻ അസ്ലമു. ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഇബ്നു ഇസാഖ് ആദ്യം മുസ്ലിമായോരെ കൂട്ടത്തിൽ സുമ്മ അസ്ലമ നാസും മിൻ ഖബായിലിൽ അറബി മിൻകും സഈദ് ഇബ്നു സെയ്ദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ആയിഷാ ബീവിയും പറഞ്ഞിട്ടുണ്ട്. ഒരു മറുപടി ഞാൻ പറഞ്ഞു, ആയിഷാ ബീവി ജനിക്കുന്നത് തന്നെ മുസ്ലിമായിട്ടാണ്. അത് ഹിജ്റ 4ാമത്തെ വർഷത്തിൽ, നുബുവത്ത് റിസാലത്തിൻ്റെ 1ാമത്തെ വർഷത്തിലാണ്. റിസാലത്തിൻ്റെ 3ാമത്തെ വർഷത്തിൽ ആണ് ബഹുമാനപ്പെട്ട ഉമർ മുസ്ലിമാണ്. അതും ആ വായിൽ പെട്ടവർ തന്നെയാണ്. പിന്നെ അതൊന്നുമല്ല, ഈ സീറത്തുൻ നബവിയയിൽ മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് പറഞ്ഞത് സനദോട് കൂടെ പറഞ്ഞത് തന്നെ നിങ്ങൾ സമ്മതിക്കണില്ല. എന്നാൽ മുഹമ്മദ് ഇസ്ഹാഖിന് കൂടെ സനദുണ്ടോ? സുമ്മ അസ്ലമ നാസും മിൻ ഖബായിലിൽ അറബ് എന്ന് പറഞ്ഞത് മുഹമ്മദ് ഇസ്ഹാഖ് മുഅല്ലഖായല്ലേ പറഞ്ഞിട്ടുള്ളത്? മുഅല്ലഖായ ഹദീസ് അങ്ങനെ സ്വീകരിക്കാൻ പറ്റുമോ? താരീഖിലാണെങ്കിൽ അങ്ങനെ സ്വീകരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? താരീഖാണ് പറഞ്ഞാൽ പറ്റുമോ? താരീഖനല്ലേ അസ്മാ ബീവി നേരിട്ട് ആയിഷാ ബീവി അക്കട്ട് പറഞ്ഞത്. ഈ പറയുന്ന മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു പറയുന്ന 100% ശരിയാണ്. ആയിഷാ ബീവി തന്നെയാണ് അവ്വാലുൽ മുസ്ലിമീങ്ങൾ പെട്ടവർ തന്നെയാണ്. അവ്വാലുൽ മുസ്ലിമീൻ പെട്ടതാണെങ്കിൽ 10-20 വയസ്സാവണമെന്ന് പറഞ്ഞാൽ പറ്റാത്തത് അത് നിങ്ങളെ കണ്ടുപിടുത്താണ്. നിങ്ങളെ മുമ്പ് ഒരാളും പറയാത്തതാണ്. അതന്നെ ഏതാണ് ശരി ഹദീസ്? മുഅല്ലഖായ ഹദീസാണ്, മുസ്നദ് ഹദീസല്ല. മുസ്നദ് ഹദീസ് അല്ലെങ്കിൽ സഹിയാവൂല. അത് സഹിയാണെന്ന് ആദ്യം തെളിയിക്കുക പറഞ്ഞ വിഷയം. എന്നിട്ട് ആയിഷാ ബീവി അവ്വാലുൽ മുസ്ലിമീൻ എന്നിട്ട് നമ്മൾ സമ്മതിക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ ഇസ്തിംബാത്താ പറ്റ, നിങ്ങൾക്ക് കണ്ടുപിടിച്ചാൽ ഒരു ഷർത്തുമില്ല, നേരിട്ട് പറയാൻ ഷർത്താണ്. പിന്നെ കണ്ടോ, കാലത്ത് ഇബ്നു ഫി താരീഖ് തസ്വീജു അബൂബക്കറിൻ ഫിൽ ജാഹിലിയത്തി കുത്തൈലത്ത ഇബ്നത അബ്ദുൽ ഉസ്സ എന്ന് പറഞ്ഞ് വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് കുല്ലു ഹൗലാഇൽ അർബഅ മിൻ ഔലാദി ഉലിദു മിൻ സൗജതൈഹി അല്ലതൈനി സമ്മൈനാഹുമാ ഫിൽ ജാഹിലിയ. ഈ ഫിൽ ജാഹിലിയന്റെ മുതഅല്ലഖ് ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഒരു സാമാന്യ മര്യാദ ഉണ്ടെങ്കിൽ, ഇമാമിയങ്ങൾ അഖ്വാലുമായി ചെറിയ ബന്ധമുണ്ടെങ്കിൽ ഫിൽ ജാഹിലിയന്റെ മുതഅല്ലഖ് ഇതിനോടൊരു മനസ്സിലാക്കൂല. കാരണം തിബിരി അതിൻ്റെ താഴെ 5, 8, 10 സ്ഥലത്ത് പറയേണ്ട ആയിഷാ ബീവി റളിയല്ലാഹു അൻഹയുടെ പ്രായത്തെ സംബന്ധിച്ച് നിക്കാഹ് ചെയ്യുമ്പോൾ 6 വയസ്സാണ്. തിബിരി തന്നെ പറയുന്നുണ്ട്. വീട്ടിൽ കൂടുന്ന സമയത്ത് 9 വയസ്സാണ്. റസൂൽ വഫാത്താവുമ്പോൾ എത്ര വയസ്സാണ്? ഹിജ്റന്റെ ഇത്രാമത്തെ വയസ്സിലാണ് ആയിഷാ ബീവി വഫാത്താകുന്നത് എന്നൊക്കെ തിബിരി ചരിത്രമായിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് അത് സ്വരീഹായി പറഞ്ഞത് അംഗീകരിക്കാതെ ഫിൽ ജാഹിലിയത്തിൻ്റെ മുതഅല്ലഖ് നിങ്ങൾക്ക് തിരിയാതെ വച്ചത് സത്യമാക്കുക. അവിടുത്തെ സാമാന്യ മര്യാദ എന്താ? ഒരു നസ്സായി പറഞ്ഞതിനോട് എതിരായിട്ട് മറ്റൊരു ഇബാർത്ത് വരുമ്പം ആ നെസ്സിനൊപ്പിച്ച് ഈ ബാർത്ത് അർത്ഥം വെക്കുക വേണ്ടത്. ശേഷം നെസ് തള്ളല്ല വേണ്ടത്. ഇതെന്ത് കിതാബങ്ങളെടുത്തുള്ളത്, എന്ത് ഓത്തങ്ങളെടുത്തുള്ളത്? ഇതൊരു സാമാന്യ മര്യാദപ്പെട്ട നമുക്ക് ഇമാമിങ്ങളൊക്കെ ഇഷ്കാലാക്കണില്ല. ഈ ഹദീസ് ഇങ്ങനെ അർത്ഥം വെച്ചാൽ ഇങ്ങനെ ഈ വിഷയത്തിൻ്റെ അർത്ഥം ഇങ്ങനെ വെച്ചാൽ ഇന്നതിനോട് എതിരാവൂലേ? എന്താ കാട്ടു വെച്ച പറയലത്? ഇജാ വെച്ചമരെല്ലാം അർത്ഥം വെക്കണ്ട്. ആ ഹദീസിനൊപ്പിച്ച് ഇതിന് അർത്ഥം വെച്ചാണെന്നല്ല പറയല്. ഇല്ല, ആ ഇബാർത്തിനൊപ്പിച്ച് ഈ ഇബാർത്തും അർത്ഥം വെക്കുന്നല്ല പറയേണ്ടത്. ഇപ്പോൾ ഫിൽ ജാഹിലിയൻ്റെ മുതഅല്ലഖ് സമ്മൈനാഹുമാ, അവർ രണ്ടാളുടെയും പേരുകൾക്ക് നമ്മൾ പറഞ്ഞിട്ട് നിക്കാഹ് ചെയ്തതായിട്ട്, ജാഹിലിയാക്കാസ് നിക്കാഹ് ചെയ്തതായിട്ട് പേര് പറഞ്ഞിട്ടുണ്ട്. ഇസമ്മൈനാവിന് ശേഷം കളഞ്ഞതായിനോട് മുതഅല്ലഖല്ലേ ഫിൽ ജാഹിലിയ എന്ന് പറഞ്ഞത്. എന്നാലല്ലേ മറ്റത് തിബിരിയൻ്റെ നല്ലൊരു ഭാഗം, കുറേ ഭാഗം തെറ്റാണ്. തിബിരിയനി തെറ്റാന്ന് പറയണ്ടേ? കുറേ ഭാഗം തെറ്റാണെന്ന് പറയാം. എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങളെ മനസ്സിലുള്ള ഒരു തോന്നിവാസം ശരിയാണെന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇതിനൊക്കെയാണ് പല തമ്മാടിത്തരം എന്നറിയില്ല. 6ാമത്തെ തെളിവ് ഇത് ആയിഷാ ബീവിൻ്റെ ഹദീസ് ബുഖാരി പറഞ്ഞത് വഹ്മാണ്
എന്ന് പറഞ്ഞ തെളിവ് റവബിനു അബി ആസിമിൻ ഫിൽ ആഹാദി വൽ മസാനി വത്തബ്രാനിയു ഫിൽ മുജമിൽ കബീരി വൽ ഹാക്കിമു ഫിൽ മുസ്തദറക്കി അൻ ആയിഷ റളിയല്ലാഹു അൻഹാ അന്ന ഖൗലത ബിൻത ഹകീമിൻ ഇംറാത്ത് ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹുമാ ഖാലത്ത് ബിമക്കത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഐ റസൂലല്ലാഹി അലാ തതസവ്വജു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബി വഫാത്തായതിന് ശേഷം ഖൗല ബിൻത് ഹക്കീം ഉസ്മാൻ മദ്ഊന്റെ ഭാര്യ കല്യാണാലോചിച്ച് വന്നിട്ട് വിശദമായി നമ്മൾ മുമ്പത്തെ വോയിസ് ചർച്ച ചെയ്തിട്ടുണ്ട്. കല്യാണം കഴിക്കണ്ടേ, ബിക്റിനെയാണോ കഴിക്കണ്ടേ, സയ്യിബിനെയാണോ കഴിക്കണ്ടേ? ആ ഹദീസാണ് തെളിവ്. അതാരാ റിവായത്ത് ചെയ്ത്? ഐഷ ബീവി തന്നെ. ആ റിവായത്ത് ഓർമ്മയുണ്ടാവൂലേ? ഐഷ ബീവി ഈ റിവായത്ത് ചെയ്ത് ഇതാരാ? തൊബ്രാനി പിന്നെ ഹാക്കിമൊക്കെ റിവായത്ത് ചെയ്ത ഹദീസാ. ബുഖാരിയും മുസ്ലിമും മറ്റ് തൊബ്രാനിയും ഹാക്കിമും ഒക്കെ റിവായത്ത് ചെയ്ത ഐഷ ബിൻ ഹദീസ് അത് പോകും. ഇതോ ഇതിലുണ്ട്. ഈ ഹദീസ് തന്നെ പറയുന്നുണ്ട് ഐഷ ബീവി. ഞാൻ അപ്പം എനിക്ക് 6 വയസ്സാണ് ഹദീസ് ഈ ഹദീസ് തന്നെ ഉണ്ട്. അപ്പം ഹദീസിൻ്റെ ഒരു ഭാഗം പോകും, തുടക്കം പോകുമല്ല. കല്യാണാലോചന നടത്തണമെങ്കിൽ ഒരു ഭാര്യ മരിച്ചിട്ട് കല്യാണാലോചന നടത്തണമെങ്കിൽ മറ്റേ ഭാര്യക്ക് ഒരു ഭാര്യയായി നിൽക്കാനുള്ള മക്കളെ നോക്കാനൊക്കെ ഉള്ള യോഗ്യത വേണ്ടേ? അപ്പോൾ വയസ്സുള്ള 10-18 വയസ്സുള്ള ആളാവണം. ഇങ്ങനെ കണ്ടുപിടിച്ചാൽ പോകുമില്ല. ഇതിനൊക്കെയുള്ള പേര് വേറൊന്നാണ്. ഇതിനൊക്കെയുള്ള പേരാണ് വേറെ പേര്. പിരാന്തിൻ്റെ അപ്പുറമുള്ള പിരാന്ത് എന്നാ പറയാ. ഒരേ ഹദീസിൻ്റെ ഒരു ഭാഗം വകുമ്, തുടക്കോ വകുമല്ല. കാരണം എനിക്ക് കണ്ടുപിടിച്ചാൽ നിങ്ങൾ കല്യാണം കഴിക്കണ പെണ്ണിനിക്ക് 6 വയസ്സായ പെണ്ണ് കട്ടിച്ചേട്ടേന്ന് ചോദിച്ചാൽ അത് 6 വയസ്സാണെന്ന് പറഞ്ഞത് പ്രശ്നമല്ല, അത് തെറ്റാ. നിങ്ങൾക്ക് കല്യാണം കഴിക്കണ്ടേന്ന് ചോദിച്ചുമ്പോൾ ഒരു തളന കെട്ടണ്ടേന്ന് അർത്ഥം വെക്കാൻ പറ്റുള്ളൂ. ഈ നബി തങ്ങൾ കല്യാണം കഴിക്കണത് എന്തിനാന്നുള്ള ഒരു സാമാന്യം ഒരു മറ്റേ അറിവെങ്കിലും വേണ്ടേ? അതില്ലാതെയാണ് ഈ പറയണത്. അപ്പം ഈ 6 തെളിവുകളും ഒരു നിലക്കും തെളിവല്ല. അതിൽപ്പെട്ട അധിക ഹദീസുകളും ഐഷ ബീവിൻ്റെ ഹദീസാണ്. അതും വഹ്മ് കൊണ്ട് നിങ്ങൾക്ക് ആരോപിക്കാം. ബാക്കിയുള്ളതൊക്കെ മുഅല്ലഖാണ്. മുഅല്ലഖ ഹദീസ് ഒരു നിലക്കും ഹുജ്ജത്തല്ല. സ്വഹീനോട് മല്ലിടാനൊക്കെ പറ്റൂല, സലീനോട് മുഅറള ചെയ്യാനൊക്കെ പറ്റൂല. എന്ത് തെളിവാങ്ങൾ എടുത്തുള്ളത്? ഒരു തെളിവുണ്ട്. ആരെങ്കിലും ഒരാൾ പറഞ്ഞോ? ലോക മുസ്ലിമീങ്ങളിൽ നിന്ന് നിങ്ങളും നിങ്ങളെ തുണക്കാരും അല്ലാതെ ആരെങ്കിലും അത് പറഞ്ഞു? 1400 1500 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു കൗലുണ്ടാവല് ദീനിൽ? ഇത് ദീനല്ല എന്ന് പറയുന്നത് തള്ളണ ദീനായതുകൊണ്ട് ദീനല്ലേ? ഇമാം ബുഖാരിയുടെ ബാബിട്ടിയിലെ ഒരാൾക്ക് 9ാമത്തെ വയസ്സിൽ ഭാര്യയുമായി വീട്ടിൽ കൂടാൻ പറ്റുമില്ലേ? ഈ ഹദീസിൽ തെളിവ് പറഞ്ഞത് എത്ര ഹദീസിനിക്ക്? 4 5 ബാബ് ഇമാം ബുഖാരി ഹദീസിനനുസരിച്ച് ഫിഖഹിൻ്റെ ഹുക്കം കണ്ടുപിടിച്ചാൽ വേണ്ടിയിട്ടില്ലേ? എന്നിട്ട് ആ ബഹുമാന്ന് പറഞ്ഞ് വിടുക. യഥാർത്ഥത്തിൽ ഈ മനുഷ്യനിക്ക് ദീനിൻ്റെ ഉസൂലുമായോ വേറെ എന്തെങ്കിലുമായൊരു ബന്ധമില്ലാത്ത ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി കിതാബുകളിൽ നിന്ന്, സ്വഹിയായ കിതാബുകളിൽ നിന്ന് ധാരാളം ഹദീസുകളെ തള്ളാൻ വേണ്ടി ഇസ്ലാം ചമഞ്ഞും കൊണ്ട്, നല്ലത് ചമഞ്ഞും കൊണ്ട് ഇറങ്ങി പുറപ്പെട്ട ഒരു ഇസ്ലാമിൻ്റെ പൊളിയനാണ് ഇയാൾ. യാതൊരു സംശയമില്ല. അയാളിൽ ആരും വഞ്ചിതനാവണ്ട. അതുകൊണ്ട് തന്നെയാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തിരുന്ന ബഹുമാനപ്പെട്ട റഹ്മത്തുള്ളാഹി കാസിമി, അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും മനക്കരുത്തും നന്മയും നൽകട്ടെ, അദ്ദേഹത്തിൻ്റെ ഈ ഇയാളെ ഉദ്ധരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇവർ പറഞ്ഞതാണ്, എൻ്റെ വക ഒന്നുമില്ല. അത് ആദ്യം തന്നെ മൂപ്പര പുസ്തകത്തിൽ പറയുകയാണെങ്കിൽ നമ്മളത് മൂപ്പര പേര് പറയുമായിരുന്നില്ല. അങ്ങനെ മൂപ്പർ പറഞ്ഞത് വളരെ സത്യം. ഇത് 100% ശരിയാണ്. കാരണം 100% ശരിയാണ്. കാരണം ഈ പറഞ്ഞ ജാതികൾ, ഈ പറഞ്ഞ ഇസ്ലാം വിരോധികൾ അത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. എന്നിട്ട് മഹാനായ കാസിമി അവർ ചെയ്ത് നല്ലൊരു പണിയാണ്. എന്താ പറഞ്ഞത്? ഇനി ഈ പുസ്തകം ഞാൻ പിൻവലിച്ചു. ഞാൻ ബുഖാരി മുസ്ലിം പറഞ്ഞതേ പറയുള്ളൂ. ഇതുവരെ പറഞ്ഞത് ഞാൻ അവർ പറഞ്ഞതാണ്. അവർ പറഞ്ഞു എന്നുള്ള സത്യം തന്നെയാണ്. അവർ പറഞ്ഞു എന്നുള്ള സത്യമായി കൊള്ളുന്നില്ല. അത് വേറെ കരം. അതുകൊണ്ടാണ് മുമ്പ് പിൻവലിച്ചതും. ബഹുമാന്യരെ, നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെയുണ്ട്. ബഹുമാനപ്പെട്ട ഇമാമിയങ്ങൾ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയതായ അസ്ലായ രേഖകൾ അത് ശരിയല്ല എന്ന് പറയുന്നത് വളരെ അബദ്ധമാണ്. ഖുർആനെയും അതിൻ്റെ വ്യാഖ്യാനങ്ങളെയും ഹദീസുകളെയും തള്ളലാണത്.
ആ ഒരു വഴി ഒരിക്കലും ഇതിൽ സ്വീകരിച്ചതുപോലെ നാം സ്വീകരിച്ച് പോവരുത്. ദാറുൽ ഹുദൻ്റെ സൈറ്റിൽ അതുപോലെ വടക്കേ ഇന്ത്യക്കാർ അവർ ആര് തന്നെ ചെയ്തിക്കുകയാണെങ്കിലും അത് തെറ്റാണ്, അത് സൈറ്റിൽ നിന്ന് ഒഴിവാക്കേണ്ടതാണ്. ഇതാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഞാനൊരു വലിയ ആളായിട്ട് പറയല്ല, പക്ഷെ ഇത് പറയാൻ ഇൽമിൻ്റെ ആവശ്യമില്ല. പരിശുദ്ധ ഇസ്ലാമിൽ സ്ഥിരീകരിക്കപ്പെട്ട ഒരു വിഷയം അത് തള്ളപ്പെടേണ്ടതാണ്, അത് റെക്കോർഡ് ശരിയല്ല എന്ന് പറഞ്ഞാൽ കുറേ തള്ളപ്പെടേണ്ടി വരികയും എതിരാളികൾക്ക് അവർ ഉദ്ദേശിച്ചത് കരസ്ഥമാവുകയും ചെയ്യും. എന്താണ് ഉദ്ദേശിച്ചത്? ഖുർആനിലും ഹദീസിലും മാറ്റിത്തിരുത്തേണ്ട പലതുമുണ്ട്. അപ്പോൾ അത് മാറ്റിക്കൊടുക്കുന്ന നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെ ആയിക്കോട്ടെ എന്ന് സമ്മതിക്കൽ വരും. അതല്ല വേണ്ടത്, അതൊരു നിൽക്കും സാധ്യമല്ല. ഇസ്ലാമിൽ സ്ഥിരീകരിക്കപ്പെട്ട നിയമങ്ങൾ അത് അങ്ങനെ തന്നെ കൊണ്ടുപോകണം. അതുപോലെ പുതിയ പഠനം നടത്തുമ്പോൾ പുതിയ ആളുകൾ പഠനം നടത്തുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത്, ബഹുമാനപ്പെട്ട അയിമ്മത്ത് ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഖുർആനിൻ്റെ വ്യാഖ്യാനത്തിൽ എന്താണുള്ളത്? ഖുർആൻ്റെ വ്യാഖ്യാനത്തിൽ വെച്ച് ഏറ്റവും വലിയത് ഹദീസുകളാണ്. ആ ഹദീസുകൾക്ക് മഹാന്മാരായ അയിമ്മത്ത് എന്തർത്ഥം വെച്ചു എന്ന് നോക്കി എന്ത് വിമർശനം വന്നാലും അത് ബുദ്ധിക്ക് നിരക്കുന്നതാണ്. നിരക്കാത്ത വിധികൾക്ക് ഒരിക്കലും പരിശുദ്ധ ഇസ്ലാമിലുണ്ടാവൂല എന്ന് മനസ്സിലാക്കി അതിനിക്ക് മറുപടി കൊടുക്കലാണ് വേണ്ടത്. എന്നല്ലാതെ അത് ഞങ്ങൾ പിൻവലിച്ചിരിക്കുന്നു, അത് പറഞ്ഞ ഇമാമിങ്ങൾക്കെല്ലാം ഒന്നിരിക്കൽ അത്തും വിത്തുമാണ്, അല്ലെങ്കിൽ അവർക്ക് അന്തല്ലാതെ പറഞ്ഞതാണ് എന്ന് പറയൽ ശരിയല്ല. ഈ വിഷയവുമായി ആയിഷ ബീവിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയത് എന്താ? ഖാല നവവിയ്യു ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയത് قال النووي أجمع المسلمون على جواز تزويج الأب بنته البكر الصغيرة لهذا الحديث. ഈ ആയിഷ ബീവിൻ്റെ ഹദീസിന് വേണ്ടി ചെറിയതായ കന്യകയായ സ്വന്തം മകളെ വാപ്പാക്ക് കെട്ടിച്ചു കൊടുക്കൽ ജായിസാണ് എന്നുള്ളതിൽ മുസ്ലിം ലോകത്ത് എതിരഭിപ്രായമില്ല, ഇജ്മാ ആണ്. മിർക്കാത്തിൽ എഴുതുന്നു, വതസ്വീജു അബീ ബക്കറിൻ ആയിഷത വഹിയ ബിന്തു 6 സിനീന ഖരീബുൻ മിനൽ മുതവാതിർ. ആയിഷ റളിയല്ലാഹു അൻഹ 7 വയസ്സായ ആയിഷ ബീവി, 6 വയസ്സായ ആയിഷ ബീവിയെ ആയിഷ റളിയല്ലാഹു അൻഹയെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചു കൊടുത്തത് അത് മുതവാത്തിറിനോട് അടുത്തതാണ്. وتزوج قدامة بن مظعون بنت الزبير يوم ولد وتزوج قدامة بن مظعون بنت الزبير يوم ولدت مع علم الصحابة نص في فهم الصحابة عدم الخصوصية في نكاح عائشة رضي الله عنها. ബഹുമാനപ്പെട്ട ഖുദാമത്ത് ബിൻ മദ്ഊൻ എന്ന പ്രസിദ്ധനായ സ്വഹാബി ബഹുമാനപ്പെട്ട അശ്റത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട സുബൈറുൽ അവ്വാമിൻ്റെ മകളെ കല്യാണം കഴിച്ചു എന്ന് സുബൈറുൽ അവ്വാമിൻ്റെ മകളെ പ്രസവിക്കപ്പെട്ട അന്ന് ഒരു ദിവസം കൂടി ആയിട്ടില്ല, അന്ന് കല്യാണം കഴിച്ചു. ഈ വിഷയം സ്വഹാബത്ത് മുഴുവനും അറിഞ്ഞു. അപ്പോൾ സ്വഹാബത്ത് മുഴുവനും ഈ സംഭവം അറിയലോട് കൂടെ ഖുദാമത്ത് ബിൻ മദ്ഊൻ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹുവിൻ്റെ മകളെ പ്രസവിച്ച അന്ന് കല്യാണം കഴിച്ചിട്ടുണ്ട് എന്നുള്ളത് നസ്സും ഫീ ഫഹ്മി സ്വഹാബ അദ്മിൽ ഖുസൂസിയത്തി ഫീ നിക്കാഹി ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ റളിയല്ലാഹു അൻഹയെ നബി തങ്ങൾ നിക്കാഹ് ചെയ്തത് നബി തങ്ങളെ പ്രത്യേകതയാണ്, വേറെ ആർക്കും അത് പറ്റൂല എന്ന് പറയാൻ പറ്റൂല എന്നുള്ളതിലേക്ക് തെളിവാണ്. മാത്രവുമല്ല, ഇതൊക്കെ നമ്മളെ രേഖകളിലും രേഖപ്പെട്ട് കിടക്കുന്ന വിഷയമാണ്. ഇതൊക്കെ തിരുത്താൻ പറ്റും. വഖാല الحسن بن صالح أدركت جارة لنا جدة بنت 21 سنة. 21 വയസ്സുള്ള നമ്മളൊരു അയൽവാസിയെ ഞാൻ കണ്ടിട്ടുണ്ട്. 21 വയസ്സുള്ള പെൺകുട്ടി ജദ്ദത്തിനെ ഞാൻ കണ്ടിട്ടുണ്ട്, വലിയ മല്ലിമ്മ. അതുപോലെ അതേ ഇത് ഉംദത്തുൽ കാരിയാണ് ഈ പറയുന്നത്. അതിലവിടെ തന്നെ പറയുന്നുണ്ട്, ബഹുമാനപ്പെട്ട
21 വയസ്സുള്ള വല്യമ്മാനെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ഷാഫി ഇമാം പറയുന്നു. അതുപോലെ വേറൊരു സംഭവത്തിൽ കാണാം 19 വയസ്സുള്ള വല്യമ്മ. എങ്ങനെയാണ് 19 വയസ്സുള്ള വല്യമ്മാകുക? ആ വല്യമ്മക്ക് 9ാമത്തെ വയസ്സിൽ ഗർഭായി, 10ാമത്തെ വയസ്സിന് മുമ്പ് പ്രസവിച്ചു. ആ പ്രസവിച്ച കുട്ടി പെണ്ണായിരുന്നു. ആ പെണ്ണിനിക്ക് 9ാമത്തെ വയസ്സിൽ ഗർഭമുണ്ടായി. അതും 10ാമത്തെ വയസ്സിൽ 9 വയസ്സാകുമ്പോൾ പ്രസവിച്ചു. അപ്പോൾ 19 വയസ്സ് വല്യമ്മക്കാവേണ്ടതുള്ളൂ. ഇങ്ങനെ ചരിത്ര സംഭവങ്ങളാണ്. ഇതെല്ലാം നിഷേധിക്കാൻ വേണ്ടി, അതൊന്നും സത്യമല്ല എന്ന് പറയാൻ വേണ്ടി ആരും തന്നെ മുതിർന്നാൽ അവർ പൊട്ടന്മാരാകുക എന്നല്ലാതെ രേഖകൾ ഇസ്ലാമിൽ നിന്ന് പോകൂല. വിമർശിക്കുന്നവർക്ക് വിമർശിച്ചോട്ടെ. ഗർഭത്തിൻ്റെ മാനദണ്ഡം അവൾ ഗർഭിണിയാവാനുള്ള യോഗ്യത ഉണ്ടാകുക എന്നുള്ളതാണ്. ആ യോഗ്യത എപ്പോൾ ഉണ്ടാകും? ലൈംഗികമായി ബന്ധപ്പെടാൻ അവൾ അതിന് കഴിയാന്നുള്ളതാണ് അതിൻ്റെ മാനദണ്ഡം. എന്നല്ലാതെ അവൾക്ക് ജോലിക്ക് പോകണമെങ്കിൽ അവൾ പഠിച്ചുവരണമെങ്കിൽ 24 വയസ്സാവണ്ടേ. ഡോക്ടറായിട്ട് അവൾക്ക് PG കഴിയണമെങ്കിൽ 28 വയസ്സാവണ്ടേ. 28 വയസ്സ് കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചാൽ മതി. അതൊക്കെ ഓരോരുത്തർക്ക് തീരുമാനിക്കാൻ പറ്റിയ വിഷയമാണ്. പക്ഷേ ലോകം അത് അംഗീകരിക്കൂല. അതിൻ്റെ ഇടയിൽ 9ാമത്തെ വയസ്സ് ഗർഭമുണ്ടാകുന്നവരുണ്ടാകും. 18ാമത്തെ വയസ്സിൽ വല്യമ്മാകുന്നവരിവിടെ ലോകത്തുണ്ടായിക്കൊണ്ടേയിരിക്കും. എല്ലാവരും ഈ നിയമങ്ങൾ അംഗീകരിച്ചോളന്നില്ല. അംഗീകരിക്കാൻ തീരെ കുട്ടികൾ കെട്ട് കല്യാണം കഴിക്കാത്തവരും ഉണ്ടാവാം. അതുകൊണ്ട് ചിന്തിച്ച് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഈ നിലക്ക് വിമർശകർക്ക് വിമർശിക്കുന്ന വിഷയം അത് ഇല്ല എന്ന് തെളിഞ്ഞ വിഷയം ഇല്ല എന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെയാണ് ഞങ്ങൾ ഇസ്ലാം എന്ന് പറഞ്ഞ് വിമർശകർക്ക് ഒപ്പിച്ച് നിൽക്കാതെ, കാലിനൊപ്പിച്ച് ചെരുപ്പിനൊപ്പിച്ച് കാല് മുറിക്കാതെ കാലിന് കണക്കായി ചെരുപ്പിടുക എന്നുള്ള ധാരണയിലേക്ക് എല്ലാവരും എത്തിപ്പെടണം. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.